ഇന്ന് നമുക്കൊരു ഹൊറർ ത്രില്ലർ സ്റ്റോറി കേൾക്കാം. ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. കോളേജ് അവധി ആഘോഷിക്കാനായി ഇറങ്ങിത്തിരിച്ച ആ 6 പേരെയും പേറി കാട് മൂടിയ ഇടവഴിയിലൂടെ ആ വാഹനം കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ആഘോഷത്തിമിർപ്പിനിടയിൽ സഞ്ചരിച്ച ദൂരം പിന്നിട്ട വഴികളും അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അവരെ കാത്തിരിക്കുന്ന ആപത്തുകളുടെ ആഴമോ പതിയിരിക്കുന്ന അപകടങ്ങളോ അറിയാതെ അവർ ആ യാത്ര ആഘോഷിച്ചു. സിദ്ധു എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥ് ബിസിനസ്സുകാരനായ രാജീവിൻ്റെ മകൻ. അവൻ്റെ പിറന്നാൾ പ്രമാണിച്ച് കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ തൻ്റെ തറവാട്ടിലേക്കുള്ള യാത്രയാണിത്. അവനും കൂട്ടുകാരും 6 പേരടങ്ങുന്ന സംഘം. വിപിൻ, നിഖിൽ, രമ്യ, അനുപമ, സുധി. ഈ 5 പേരാണ് കോളേജിലെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്ത് കാര്യത്തിലും അവർ ഒരുമിച്ചാണ്. എല്ലാവരുടെയും കയ്യിൽ ബിയർ കുപ്പികൾ ഉണ്ടായിരുന്നു. നല്ല സ്ഥലം. പിറന്നാൾ കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. ഈ വെക്കേഷൻ മുഴുവൻ നമ്മൾ ഇവിടെ ഈ കാട്ടിനുള്ളിൽ ആഘോഷിക്കുന്നു. അനുപമ അത് പറഞ്ഞതും എല്ലാവരും കൈയടിച്ച് സമ്മതം അറിയിച്ചു. സിറ്റിയിൽ ജനിച്ചു വളർന്നതിനാൽ തന്നെ കാട്ടിനുള്ളിലൂടെയുള്ള ഈ യാത്ര എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരുന്നു. ആഘോഷത്തിമിർപ്പോടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ആ വാഹനം ഞെരുക്കത്തോടെ ഒരു നിമിഷം ഒന്ന് നിന്നു. എന്താ എന്ന അർത്ഥത്തിൽ എല്ലാവരും സിദ്ധുവിനെ നോക്കി. അവൻ മുൻപിലേക്ക് വിരൽ ചൂണ്ടി. റോഡിനു കുറുകെ വീണ് കിടക്കുന്ന വലിയ മരം. എല്ലാവരും പരസ്പരം നോക്കി. ഇതിനെന്തിനാ ഇങ്ങനെ ഭയന്ന് നോക്കുന്നേ? വാ, നമുക്ക് എല്ലാവർക്കും കൂടി അത് എടുത്തു മാറ്റാം. ഇതും പറഞ്ഞ് നിഖിൽ കാറിൽ നിന്നിറങ്ങി. കൂടെ ബാക്കിയുള്ളവരും. എല്ലാവരും ചേർന്ന് ആ മരം അനായാസം തള്ളി നീക്കി. വീണ്ടും അവർ കാറിലേക്ക് കയറി. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവരുടെ വാഹനം വീണ്ടും കുതിച്ചു പാഞ്ഞു. പതിയെ ഓരോരുത്തരായി ഉറക്കത്തിലേക്ക് വഴുതു വീണു. വണ്ടി നിന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും കണ്ണു തുറന്നത്. എത്തിയോ? നിഖിലാണ് അത് ചോദിച്ചത്. അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറകെ മറ്റുള്ളവരും. അവർ മുന്നിലേക്ക് നോക്കി. കാടിന് നടുവിൽ ഒരു കൊട്ടാരം പോലെ ആ റിസോർട്ട് തിളങ്ങി. എല്ലാവരുടെയും കണ്ണിലും അത്ഭുതം. വാവ്, ബ്യൂട്ടിഫുൾ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അവരെല്ലാവരും സിദ്ധാർത്ഥിൻ്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. സിദ്ധു ഒന്ന് ശിരസുയർത്തി. മതിയടാ, ഇനിയും പൊങ്ങിപ്പോയാൽ നീ ആകാശം മുട്ടും. ചിരിച്ചുകൊണ്ട് രമ്യ അത് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും ചിരിച്ചു. സിദ്ധാർത്ഥ അവരെയും കൂട്ടി ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ കുറച്ച് പ്രായമുള്ള ഒരാൾ അവിടേക്ക് വന്നു. ആ, കുഞ്ഞു വന്നോ? അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു. സിദ്ധാർത്ഥ അയാളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇത് രാമേട്ടൻ, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്ത് കാര്യത്തിനും രാമേട്ടനുണ്ടാവും. അവരെല്ലാവരും രാമേട്ടനെ നോക്കി ചിരിച്ചു. ആ, ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ എല്ലാവരും വാ, എല്ലാവർക്കും റൂം ഒരുക്കിയിട്ടുണ്ട്, രാമേട്ടൻ അവരോടായി പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തോടൊപ്പം അവരവരുടെ റൂമിലേക്ക് നടന്നു. പെൺകുട്ടികൾക്കുള്ള മുറി മുകളിലത്തെ നിലയിലായിരുന്നു ഒരുക്കിയിരുന്നത്. റൂമിനുള്ളിൽ കയറിയ അനുപമ തൻ്റെ മുറിയുടെ ജനലുകൾ പുറത്തേക്ക് തുറന്നു. ചെറിയൊരു ഞെരുക്കത്തോടെ ആ ജനൽപ്പാളികൾ അവൾക്ക് മുന്നിൽ വഴിമാറി. പുറത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കാട് മൂടിയ ഒരു ചെറിയ കെട്ടിടത്തിൽ ഉടക്കി നിന്നു. സിദ്ധു! അവൾ ഉറക്കെ വിളിച്ചു. അവളുടെ വിളി കേട്ട് സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറി വന്നു. എന്താനു, എന്തു പറ്റി? സിദ്ധു ചോദിച്ചു. അതെന്താ അവിടെ? അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് സിദ്ധു നോക്കി. അവൻ്റെ കണ്ണുകളിൽ അകാരണമായ ഒരു ഭയം നിറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു വീടായിരുന്നു. അതിൻ്റെ പുറകിലായി ഒരു കാവുണ്ട്. ഇപ്പോൾ അവിടെ പൂജയോ വിളക്കോയ്പോ ഒന്നുമില്ല. അതിനടുത്തായാണ് നാഗത്തറ. നീ അതും നോക്കി നിൽക്കാതെ വാതിലടച്ച് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് സിദ്ധു വെളിയിലേക്ക് ഇറങ്ങി. അവൾ വീണ്ടും അവിടേക്ക് തന്നെ നോക്കി നിന്നു. സിദ്ധു എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. കുറച്ചു നേരം നോക്കി നിന്ന ശേഷം അനുപമ ജനലടിച്ചു പോയി കട്ടിലിൽ കിടന്നു. നാളെ അതിനുള്ളിൽ ഒന്ന് കയറണം, എല്ലാവരെയും കൂടെ കൂട്ടണം, അവൾ മനസ്സിൽ ചിന്തിച്ചു. എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ പല പല സ്വപ്നങ്ങൾ അവളുടെ ഉള്ളിൽ മിന്നിമറഞ്ഞു. രാവിലെ കഥകിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് അനു കണ്ണു തുറന്നത്. കഥക് തുറന്നപ്പോൾ സിദ്ധു ആയിരുന്നു. എന്തൊരു ഉറക്കമാടിയത്! ഇങ്ങോട്ട് ഇറങ്ങി വാ, വല്ലതും കഴിക്കണ്ടേ? അവൻ അവളെ വിളിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി. അവൾ പതിയെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. ജനലിലൂടെ അവൾ ആ കെട്ടിടത്തിലേക്കൊന്ന് നോക്കി. പതിയെ അവിടുന്ന് അവൾ തിരിഞ്ഞു നടന്നു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരും റെഡിയായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അല്ല, എന്താ ഇനി പ്ലാൻ? സിദ്ധാർത്ഥാണ് ചോദിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പറ. സിദ്ധാർത്ഥ അത് പറഞ്ഞതും അനു പറഞ്ഞു, അത് നമുക്ക് ഇവിടെ അടുത്തുള്ള ആ കെട്ടിടം വൃത്തിയാക്കിയാലോ? എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി. അവൾ ജനലിലൂടെ ആ കെട്ടിടത്തിന് നേരെ വിരൽ ചൂണ്ടി. എല്ലാവരും അവിടേക്ക് നോക്കി. കാട് പിടിച്ചു കിടക്കുന്ന ആ കെട്ടിടം കണ്ട് അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. ഞങ്ങൾ റെഡി രമ്യേ, അതും പറഞ്ഞ് പുറകെ എല്ലാവരും സമ്മതം അറിയിച്ചു. എന്നാൽ സിദ്ധുവിൻ്റെ മുഖം മാത്രം വിവരണമായിരുന്നു. അത് വേണ്ട, വേറെന്തെങ്കിലും പറയ്. സിദ്ധു അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖം മാറി. അതെന്താ? അനുപമയുടെ ചോദ്യം കേട്ട് സിദ്ധു മിണ്ടാതെ നിന്നു. എല്ലാവരും ഒരു ഉത്തരത്തിനായി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അതൊരു കാവാണ്. മുൻപ് മനുഷ്യക്കുരുതിയും സർപ്പപൂജയും ഒക്കെ ഉണ്ടായിരുന്നൊരു കാവ്. ഗതി കിട്ടാത്ത ഒരുപാട് ആത്മാക്കൾ അവിടുത്തെ ഭഗവതിയുടെ ശക്തിവലയത്തിൽ ഇപ്പോഴും അവിടെ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധുവിൻ്റെ വാക്കുകളിൽ ഭയം നിറഞ്ഞിരുന്നു. ഇത് കേട്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നെ ആത്മാവ്, അതും ഈ 21-ാം നൂറ്റാണ്ടിൽ! നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ, അനു അവനെ കളിയാക്കി. അതെ, എനിക്ക് പേടിയാ, സിദ്ധാർത്ഥ് പറഞ്ഞു. പേടിയാണെങ്കിൽ നീ വരണ്ട, ഞങ്ങൾ പോകും, രമ്യയാണ് പറഞ്ഞത്.
സിദ്ധാർത്ഥ് എത്രയൊക്കെ പറഞ്ഞിട്ടും അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സിദ്ധുവിനും സമ്മതം മൂളേണ്ടി വന്നു. സിദ്ധുവിൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു നിന്നിരുന്നു. സിദ്ധുവിൽ നിന്ന് സമ്മതം കിട്ടിയതും എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി. സിദ്ധാർത്ഥ് അവരുടെ പുറകെ നടന്നു. അവർ ഉത്സാഹത്തോടെ അവിടെ ചുറ്റുമുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ചു തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവർ അവിടെ ആകമാനം വെട്ടിത്തെളിച്ചു. ആ കെട്ടിടത്തിൻ്റെ വാതിലിനടുത്തേക്ക് അവർ ചുവടുകൾ വച്ചു. അനു വാതിൽ തുറക്കാനായി കൈനീട്ടി. എന്നാൽ ഉള്ളിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ സിദ്ധാർത്ഥിൻ്റെ വരവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സാധ്യമാകാതെ പോയ തൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മകളുമായി തൻ്റെ പ്രാണനെയും കാത്തിരിക്കുന്ന പ്രതികാരദാഹിയായ അവളുടെ ആത്മാവ് അവന്തികയുടെ. മോളെ വേണ്ട. പെട്ടെന്ന് പുറകിൽ നിന്നുള്ള രാമേട്ടൻ്റെ വിളി കേട്ട് അനു നീട്ടിയ കൈകൾ പിൻവലിച്ചു. എല്ലാവരും രാമേട്ടനെ തന്നെ നോക്കി. മോളെ ചെയ്യരുത്, ആ വാതിൽ തുറക്കരുത്. മോനെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ട് മോനും ഇതിന് കൂട്ടു നിൽക്കുവാണോ? പരിഭ്രാന്തിയോടെ രാമേട്ടൻ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവാതെ രാമേട്ടനെയും സിദ്ധുവിനെയും നോക്കി. സിദ്ധുവിൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൻ അവരോട് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സിദ്ധുവേട്ടാ, ഒരു പെൺശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി. ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ട് സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു. സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയിലേക്ക് എല്ലാവരുടെയും നോട്ടം പതിഞ്ഞു. ഭദ്ര. സിദ്ധുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ഇതാരാ സിദ്ധു? അനുപമ സംശയത്തോടെ ചോദിച്ചു. ഇത് ഭദ്ര, രാമേട്ടൻ്റെ മകൾ. അത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സിദ്ധുവിൻ്റെയും ഭദ്രയുടെയും കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട പ്രണയം അനുപമയുടെ ഉള്ളം ദേഷ്യം കൊണ്ട് നിറച്ചു. താൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചവൻ, ജീവന് തുല്യം സ്നേഹിച്ചവൻ, അവൻ്റെ കണ്ണുകളിൽ ആദ്യമായി മറ്റൊരാളോടുള്ള പ്രണയം തെളിയുന്നത് അനുവിൻ്റെ ഉള്ളിൽ പകയുടെ വിത്തുകൾ പാകി. ദേഷ്യത്തോടെ അവൾ ഭദ്രയെ നോക്കി. എന്നാൽ ഭദ്രയും സിദ്ധുവും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വളരെ നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയ അവർ കണ്ണുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞിരുന്നു. നമുക്കിത് വേണ്ട, തിരിച്ചു പോകാം. ആ മുറി തുറക്കുന്നതിൽ നിന്ന് സിദ്ധു കൂടി വിലക്കിയതോടെ അവരുടെ എല്ലാ മുഖത്ത് സങ്കടം വരാൻ തുടങ്ങി. എന്നാലും സിദ്ധുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് ആ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ തിരിച്ചുപോക്ക് ആ മുറിക്കുള്ളിൽ മോചനം കാത്തിരുന്ന അവന്തികയുടെ മോചനത്തെ തടഞ്ഞു നിർത്തി. മോചനത്തിനായി ഇനിയും അവൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരുപാട് സമയം വേണ്ടിവരില്ല. എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ ആ മുറിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കി തിരിഞ്ഞു നടന്നു. അനുവിൻ്റെ കണ്ണുകൾ മാത്രം ഭദ്രയുടെയും സിദ്ധുവിൻ്റെയും മേലായിരുന്നു. ഇല്ല, ഒരിക്കലും എന്നിൽ നിന്ന് അവനെ തട്ടിയെടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. സിദ്ധു ഈ അനുവിനുള്ളതാ, അനുവിന് മാത്രം. അവൾ ദേഷ്യത്തോടെ ഭദ്രയെ നോക്കി പല്ലുകൾ കടിച്ചു. അന്ന് രാത്രി യാത്രയുടെ ക്ഷീണവും മറ്റും കൊണ്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ രാത്രിയുടെ 2ാം യാമത്തിൽ സിദ്ധു ഒഴികെയുള്ളവർ ഓരോരുത്തരായി എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ ആ മുറിയിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങി. അവന്തിക ഉറങ്ങുന്ന ആ മുറിയായിരുന്നു അവരുടെ ലക്ഷ്യം. നടക്കാതെ പോയ ഉദ്യമം പൂർത്തീകരിക്കാൻ അവർ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു അത്. സിദ്ധു ഉണർന്നാൽ അത് നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി. അവരുടെ വരവ് കാത്തിരിക്കുന്ന അവന്തികയുടെ ഉള്ളിൽ വീണ്ടും പ്രതീക്ഷ വിരിഞ്ഞു. അവളുടെ കണ്ണുകൾ രക്തവർണമായി. ആ വാതിലിന് മുന്നിൽ അവർ 5 പേരും ശബ്ദമുണ്ടാക്കാതെ നിന്നു. രാത്രിയുടെ ഭീകരത അവരെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉള്ളിൽ അതിലും വലിയ ആപത്താണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. രമ്യ തൻ്റെ കൈകൾ നീട്ടി ആ വാതിലിൽ ആഞ്ഞു തള്ളി. ഒരു ഞെരുക്കത്തോടെ ആ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. തുറന്നിട്ട വാതിലിലൂടെ ഓരോരുത്തരായി ആ മുറിക്കുള്ളിലേക്ക് കയറി. ആ മുറിക്കുള്ളിൽ ചുവരിലുള്ള ചിത്രപ്പണികളും കൊത്തുപണികളുമൊക്കെ അവർ ആകാംക്ഷയോടെ നോക്കിക്കണ്ടു. അപ്പോഴാണ് വല പിടിച്ചു കിടക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ ചുവട്ടിലായി എന്തൊക്കെയോ തകിടുകൾ കൊണ്ട് ബന്ധിച്ച് ഒരു പെട്ടി അനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തോ വിശിഷ്ടമായ ഒന്ന് കണ്ടതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ മറ്റുള്ളവരെയും വിളിച്ച് ആ പെട്ടി കാണിച്ചു. സ്വർണ്ണ നിർമ്മിതമായ ആ പെട്ടി അനു തൻ്റെ കൈകളിലെടുത്തു. അതിൽ പതിച്ചിരുന്ന തകിടുകൾ ഓരോന്നായി അവൾ അഴിച്ചുമാറ്റി. അവസാന തകിടും ആ പെട്ടിയിൽ നിന്ന് വിടുവിച്ചവൾ ആ പെട്ടി തുറന്നു. പെട്ടെന്ന് വെളുത്ത പുക പോലെ എന്തോ ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് അനുവിൻ്റെ മുഖത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് ഒഴുകി നീങ്ങി. ആ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ ചെറിയ കുപ്പി അവൾ കൈകളിലെടുത്തു. അവൾ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. പെട്ടെന്ന് ആ പ്രദേശം ആകമാനം കിടുങ്ങുമാറ് ആകാശത്ത് നിന്ന് ഒരു ഇടി മുഴങ്ങി. ഭയന്ന് വിറച്ച അനുവിൻ്റെ കയ്യിൽ നിന്ന് ആ കുപ്പി നിലത്തേക്ക് വീണ് പൊട്ടിത്തെറിച്ചു. അടുത്ത നിമിഷം ആ മുറിയുടെ വാതിലുകൾ കാറ്റിൽ വലിയ ശബ്ദത്തോടെ അടയുകയും തുറയുകയും ചെയ്തു. പുറത്ത ആകാശം രക്തവർണമായി. മരങ്ങൾ കാറ്റിൽ ആടി ഉലയാൻ തുടങ്ങി. ശാന്തമായിരുന്ന പ്രകൃതി ഒരു നിമിഷം കൊണ്ട് രൗദ്രഭാവം സ്വീകരിച്ചു. പ്രകൃതിയുടെ രൂപമാറ്റം അവരെ വളരെയധികം ഭയപ്പെടുത്തി. തങ്ങളെന്തോ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ ഭയപ്പെട്ടു. എത്രയും പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവർ വെമ്പൽ കൊണ്ടു. ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി ഓടി. അനു ആ വാതിൽ പുറത്തു നിന്ന് ബലമായി ചാരി. പഴയ പോലെ ആ ചരടുകൾ അതിൽ വരിഞ്ഞു മുറുക്കി. ഭയന്ന് വിറച്ച അവർ വീടിനുള്ളിലേക്ക് ഓടി. മുറിക്കുള്ളിലെത്തിയിട്ടും അവരുടെ ഉള്ളിലെ ഭയം മാറിയിട്ടുണ്ടായിരുന്നില്ല.
അവരുടെ ഹൃദയം ക്രമാതീതമായി തുടിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പ്രകൃതി പെട്ടെന്ന് ഇങ്ങനെ രൂപം മാറിയത്? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ അലയടിച്ചു. നമ്മൾ അവിടെ പോയതും അവിടെ സംഭവിച്ചതൊന്നും തന്നെ സിദ്ധുവോ രാമേട്ടനോ അറിയരുത്. അനുവിൻ്റെ വാക്കുകൾ അവർ എല്ലാവരും ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി. ഇതേ സമയം അവർ പോലും അറിയാതെ അവരെ വീക്ഷിക്കുന്ന 2 കണ്ണുകളെ അവർ കാണുന്നുണ്ടായിരുന്നില്ല. പ്രതികാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പൂർത്തീകരണത്തിനായി കാത്തിരുന്ന അവന്തികയുടെ കണ്ണുകൾ. ചുടുചോരയുടെ മണം അവളുടെ നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിച്ചു. കൊതിയോടെ അവൾ അവരെ നോക്കി. അവളുടെ വായിൽ നിന്നും ദ്രംഷ്ടകൾ പുറത്തേക്കുന്തി. കണ്ണുകളിൽ രക്തവർണം തളം കെട്ടി നിന്നു. വർഷങ്ങളായുള്ള ബന്ധനത്തിൽ നിന്ന് മോചിതയായ അവൾ ചുടുചോരയ്ക്കായി കൊതിച്ചു. തങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമോ അതിനു പുറകിൽ പതിയിരിക്കുന്ന അപകടങ്ങളോ അറിയാതെ അവർ അന്നത്തെ രാത്രി തള്ളി നീക്കി. എന്നാൽ അടുത്ത ദിവസം ആ വീടുണർന്നത് ഭീതിയോടെയായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി അവർ കണ്ടത് പൊളിഞ്ഞു വീണ കിടക്കുന്ന ആ കെട്ടിടമാണ്. ആ കാഴ്ച അവരുടെ 5 പേരുടെയും ഉള്ളിൽ വല്ലാത്ത ഭീതി ഉണർത്തി. എങ്കിലും അവരത് പുറത്തു കാണിച്ചില്ല. തലേ ദിവസം വരെ ഒരു കുഴപ്പവുമില്ലാതെ നിന്നിരുന്ന ആ വീടിന് പെട്ടെന്ന് എന്തു പറ്റിയെന്ന ചിന്ത സിദ്ധുവിനെയും അസ്വസ്ഥനാക്കി. മറ്റുള്ളവരുടെ മുഖത്ത് തെളിഞ്ഞു വന്ന ഭയം സിദ്ധുവിൽ ആകുലത ഉണ്ടാക്കി. അവൻ ആരോടും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറകിൽ നിന്ന് സുഹൃത്തുക്കൾ ചോദിച്ചു. എങ്കിലും അവൻ ഒന്നിനും മറുപടി കൊടുത്തില്ല. അവൻ നേരെ ചെന്നത് രാമേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞതും രാമേട്ടൻ്റെ മുഖവും വിവരണമായി. എല്ലാം കേട്ട് നിന്നിരുന്ന ഭദ്രയുടെ മുഖത്തും ഭയം നിറഞ്ഞു. പെട്ടെന്ന് തന്നെ അയാൾ സിദ്ധുവിനോടൊപ്പം അവിടേക്ക് പുറപ്പെട്ടു. സിദ്ധുവിനോടൊപ്പം കടന്നു വരുന്ന രാമേട്ടനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ആശ്വാസം വിരിഞ്ഞു. എന്നാൽ അത് ഇല്ലാതാക്കാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി. ആരാ വാതിൽ തുറന്നത്? രാമേട്ടൻ്റെ ദേഷ്യത്തോടെയുള്ള ആ ചോദ്യം ഒരു ഇടുത്തി പോലെ അവരുടെ ചെവികളിൽ മുഴങ്ങി. അവർ 5 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരെ വീക്ഷിച്ചുകൊണ്ട് നിന്ന് അവന്തികയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ആരാ തുറന്നത്? ചോദിച്ചത് കേട്ടില്ലേ? രാമേട്ടൻ്റെ ശബ്ദം ഉച്ചത്തിലായി. എല്ലാവരുടെയും നോട്ടം അനുവിൻ്റെ മുഖത്തേക്ക് നീങ്ങി. ഞാനാ, അനു വിക്കി വിക്കി പറഞ്ഞു. രാമേട്ടൻ്റെ മുഖത്ത് തെളിഞ്ഞ ദേഷ്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. മോളെ, നീ എന്താ ചെയ്തത്? നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയോ? നീ ചെയ്ത കാര്യങ്ങളുടെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നിനക്കറിയോ? വലിയ ആപത്തുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാമേട്ടൻ്റെ വാക്കുകൾ വിറച്ചു. ഇത്രക്ക് ഭയപ്പെടാൻ മാത്രം എന്താ രാമേട്ടൻ സംഭവിച്ചത്? എന്തായിരുന്നു ആ വീടിനുള്ളിൽ? മുൻപ് ഞങ്ങൾ ആ മുറി തുറക്കാൻ തുനിഞ്ഞപ്പോൾ രാമേട്ടൻ്റെ മുഖത്ത് കണ്ട ഭയം. അന്നേ എനിക്ക് സംശയം തോന്നിയിരുന്നു. രാമേട്ടൻ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന്. എന്താ കാര്യം? എനിക്കത് അറിയണം. സിദ്ധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാമേട്ടനൊന്ന് പതറി. എന്നാൽ ഇപ്പോൾ സത്യം അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയതിനാൽ എല്ലാം അവരോട് തുറന്നു പറയാൻ തന്നെ രാമേട്ടൻ തീരുമാനിച്ചു. മോനെ, ഞാൻ നിന്നോട് എങ്ങനെ ഇത് പറയുക? ഇവരിന്ന് പ്രതികാരദാഹിയായ ഒരു ആത്മാവിനെയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇവർ മോചിതയാക്കിയത് ആരെയാണെന്ന് മോനറിയുമോ? അവളുടെ ആത്മാവിനെ, അവന്തികയുടെ. അയാളുടെ വാക്കുകൾ ഇടറി. അയാളുടെ കണ്ണുകളിൽ അകാരണമായ ഭയമുണ്ടായി. അവന്തിക? ആ പേര് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് മൂടി. കേട്ടത് വിശ്വസിക്കാനാകാതെ അവൻ രാമേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ എങ്ങനെ മരിച്ചു? എപ്പോൾ? എന്താണ് അവൾക്ക് സംഭവിച്ചത്? അവൾ മരിച്ചുപോയെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും രാമേട്ടൻ്റെ കൈവശം മറുപടിയില്ലായിരുന്നു. സിദ്ധു, ആരാവൾ? അവന്തിക? വീണ്ടും വീണ്ടും അവളുടെ പേര് അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിസ്സഹായനായി നിൽക്കുന്ന സിദ്ധുവിൻ്റെ മുഖത്തേക്ക് അവൾ സംശയത്തോടെ നോക്കി. അവൾ തനിക്ക് ആരായിരുന്നു? സിദ്ധു തന്നോട് തന്നെ ചോദ്യം ചോദിച്ചു. തൻ്റെ കളിക്കൂട്ടുകാരി എന്നതിലുപരി തൻ്റെ കൂടെ പിറക്കാത്ത കൂടപ്പിറപ്പ് കൂടിയായിരുന്നു അവൾ. എപ്പോഴും സിദ്ധു സിദ്ധു എന്ന് വിളിച്ച് തൻ്റെ പുറകെ കൂടിയിരുന്നവൾ. ആ ദിവസം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അവളെ കാണാതായ ദിവസം. പനി കാരണം താൻ പോകാത്തതിനാൽ അവൾക്ക് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ടി വന്ന ദിവസം. അന്നാണ് തനിക്ക് അവളെ നഷ്ടമായത്. അവളെ കാണാതായി എന്നറിഞ്ഞിട്ടും ഒന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാതെ, തൻ്റെ കണ്ണുനീർ പോലും വകവയ്ക്കാതെ അച്ഛൻ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് പലപ്പോഴും അവളെപ്പറ്റി അന്വേഷിച്ചെങ്കിലും അച്ഛൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്നാൽ ഇന്ന് അവൾ ജീവനോടെ ഈ ഭൂമിയിലില്ല. അവളുടെ ആത്മാവ് മാത്രം. അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. ആരോടാണ് അവൾക്ക് പ്രതികാരം? എന്തിനാണ് അവൾ എല്ലാവരെയും ഉപദ്രവിക്കുന്നത്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? സിദ്ധുവിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. എന്നാൽ ഒന്നിനും സ്വീകാര്യമായൊരു മറുപടി അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാമേട്ടൻ എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം. അയാളുടെ ഭയത്തിൽ നിന്നും അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരിക്കലും തന്നോട് അയാൾ അത് പറയില്ല. ഇനി തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ അവൾക്കേ കഴിയൂ, തൻ്റെ കൂട്ടുകാരിക്ക്, അവന്തികയ്ക്ക്. പക്ഷേ എങ്ങനെയാണ് അവളോട് സംസാരിക്കുക? ആ ചോദ്യത്തിന് അവൻ്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നുണ്ടായിരുന്നില്ല. മോൻ എന്താ ചിന്തിക്കുന്നത്? രാമേട്ടൻ്റെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. രാമേട്ട, അവന്തിക അവൾ എങ്ങനെ? രാമേട്ട, എനിക്കറിയണം.
അവൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആരും എന്നോടൊന്നും പറയാതെ ഒളിപ്പിച്ചത്? എങ്ങനെയാണ് അവന്തിക മരിച്ചത്? എനിക്കിത് അറിഞ്ഞേ പറ്റൂ. അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അയാളുടെ തല കുനിഞ്ഞു. ആക്സിഡൻ്റ് ആയിരുന്നു മോനെ, വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അയാൾ പറഞ്ഞു. അയാൾ തുടർന്നു, അന്ന് സ്കൂൾ വിട്ടു വരുന്ന വഴി ഏതോ വാഹനം ഇടിച്ചതാണ്. അച്ഛനാണ് മോനോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഒന്നും മോൻ രാമേട്ടനോട് ചോദിക്കരുത്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അയാളുടെ ഉത്തരങ്ങൾ സിദ്ധുവിൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാനായില്ല. അവൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങി. രാമേട്ടൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. സിദ്ധു, ആരാ അവന്തിക? കൂട്ടുകാരുടെ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. സിദ്ധു പെട്ടെന്ന് പുറത്തു നിന്നുള്ള ഭദ്രയുടെ നിലവിളി ശബ്ദം ആ ബംഗ്ലാവ് മൊത്തം മുഴങ്ങി. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. എന്നാൽ രമ്യ മാത്രം ആ മുറിയിൽ നിന്ന് പോയില്ല. ഓടിയെത്തി അവർ കണ്ടത് നിലത്ത് വീണ് കിടക്കുന്ന ഭദ്രയെയാണ്. അവളുടെ നെറ്റി പൊട്ടി രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു അവളെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. തൻ്റെ ഭദ്ര. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകി. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഭദ്രയെ അനു പകയോടെ നോക്കി. അവളുടെ മനസ്സിൽ ഭദ്രയോടുള്ള പക ആളിക്കത്താൻ തുടങ്ങി. അവളാണോ ഇതിന് പിന്നിൽ? അവന്തിക, അവളെന്തിന് ഭദ്രയെ ഉപദ്രവിക്കണം? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ സിദ്ധു നിസ്സഹായനായി നിലത്തിരുന്നു. ഇതേ സമയം അകത്തെ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നിരുന്ന രമ്യയുടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്ത് അവൾക്ക് പകരം മറ്റൊരാളുടെ രൂപമായിരുന്നു തെളിഞ്ഞു വന്നത്. പക ആളിക്കത്തുന്ന മുഖവുമായി നിൽക്കുന്ന അവന്തികയുടെ രൂപം. ഭദ്രയെയും നെഞ്ചോട് ചേർത്ത് വരുന്ന സിദ്ധുവിനെ കണ്ടതും മുറിക്കുള്ളിൽ നിന്ന് രമ്യയുടെ മുഖഭാവം മാറാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ കോപത്തിന് പകരം സ്നേഹം നിറഞ്ഞു. എന്താ ഭദ്രയ്ക്ക് എന്താ പറ്റിയത്? അതും ചോദിച്ചവൾ അവൾക്കരികിലേക്ക് ഓടിയെത്തി. സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് അവനോടൊപ്പം ചേർന്ന ഭദ്രയെ രമ്യയും കൈകളിലേക്ക് താങ്ങി. അവളെ പതിയെ അടുത്ത് കിടന്ന കട്ടിലേക്ക് കിടത്തി. കട്ടിലിൽ നിന്ന് ഭദ്രയുടെ തലയുയർത്തി രമ്യ തൻ്റെ മടിയിലേക്ക് കിടത്തി. അവൾ വാത്സല്യത്തോടെ ഭദ്രയുടെ തലമുടികൾ തലോടാൻ തുടങ്ങി. രമ്യയുടെ മുഖത്ത് കണ്ട ഭാവം സിദ്ധു അടക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 2 ദിവസം കൊണ്ട് മാത്രം പരിചയമുള്ള ഭദ്രയോട് രമ്യയ്ക്ക് ഇത്രയും മാത്രം സ്നേഹം എങ്ങനെയുണ്ടായി? എല്ലാവരും ചിന്തിച്ചു. എന്നാൽ ആ സമയത്ത് അവളോടൊന്നും ചോദിക്കാൻ ആരും മുതിർന്നില്ല. അപ്പോഴേക്കും രാമേട്ടൻ ആ മുറിയിലേക്ക് കയറി വന്നു. എന്തെൻ്റെ മോൾക്ക് പറ്റിയത്? അയാളുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു. അയാൾ വല്ലാതെ ഭയന്നിട്ടുണ്ട് എന്ന് ആ മുഖഭാവത്തിൽ നിന്ന് സിദ്ധുവിന് മനസ്സിലായി. ഭയപ്പെടാനൊന്നുമില്ല ചാ, എന്തോ കൊണ്ട് ഭയന്നതാണെന്ന് തോന്നുന്നു. ഒന്ന് വീണു, തലയിൽ ചെറിയൊരു മുറിവ്, അത്രയേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. സിദ്ധുവിൻ്റെ വാക്കുകൾ അയാൾക്ക് തെല്ല് ആശ്വാസം നൽകിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഭയത്തിന് വഴിമാറി. അവന്തിക, അവളാണോ ഇതിന് പിന്നിൽ? അയാളുടെ ഉള്ളിൽ ആ ചോദ്യം അലയടിച്ചുകൊണ്ടേയിരുന്നു. സിദ്ധുവിൻ്റെ ഉള്ളിലും ഈ സംശയം ഉണ്ടാകാതിരുന്നില്ല. എന്നാൽ എന്തിനു വേണ്ടി അവന്തിക ഭദ്രയെ ഉപദ്രവിക്കണം? ആ ചോദ്യത്തിന് മാത്രം അവൻ്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം ഉത്തരം തരാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, അവന്തികയ്ക്ക്. അവൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം തരണം. പക്ഷേ എങ്ങനെയാണ് അവളോടൊന്ന് സംസാരിക്കുക? അവളിപ്പോൾ തൻ്റെ പഴയ കളിക്കൂട്ടുകാരിയല്ല, പകരം ശരീരമില്ലാത്ത ഒരു ആത്മാവ് മാത്രമാണ്. എങ്ങനെയും അവളോട് സംസാരിച്ച് മതിയാകൂ. അവൻ്റെ ചിന്തകൾ ഒരു മാർഗത്തിനായി തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു മാർഗം അവന് മുമ്പിൽ തെളിഞ്ഞു വന്നു. ഓജോ ബോർഡ്. പണ്ട് പല കൂട്ടുകാരും പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ താൻ കളിയാക്കിയിട്ടുണ്ട്. അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് തൻ്റെ മുന്നിൽ അത് മാത്രമേ ഒരു മാർഗമായി കാണുന്നുള്ളൂ. പൂർണ്ണമായും വിശ്വാസമില്ലെങ്കിലും പരീക്ഷിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. മോനെന്താ ആലോചിക്കുന്നത്? രാമേട്ടൻ്റെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. മോൻ അവളെ അവിടെ കിടത്തിയേക്ക്. മുറിയിൽ മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ, രക്തം പോയതിൻ്റെ മയക്കം. ആ കുറച്ചു നേരം കിടക്കുമ്പോൾ ശരിയാകും. മോൻ വെറുതെ വിഷമിക്കണ്ട. രാമേട്ടൻ അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് സിദ്ധു കാണുന്നുണ്ടായിരുന്നു. സിദ്ധു തൻ്റെ മടിയിൽ തലവെച്ചൊരു കൊച്ചു കുഞ്ഞിനെ പോലെ മയങ്ങുന്ന ഭദ്രയെ പ്രണയത്തോടെ നോക്കി. പതിയെ അവളുടെ നെറ്റിയിലൂടെ വീണ് കിടക്കുന്ന മുടിയിഴകളെ അവൻ മുകളിലേക്ക് ഒതുക്കി. അവളുടെ നെറ്റിയിൽ അവൻ ചുംബിച്ചു. അവൻ്റെ ചുംബനമേറ്റതും അവൾ ചെറുതായൊന്ന് ഞെരങ്ങി. പതിയെ അവളുടെ തല അവൻ മടിയിൽ നിന്നെടുത്ത് തലയിണയിലേക്ക് വച്ചു. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇതെല്ലാം കണ്ടു നിന്ന് അനു തൻ്റെ ദേഷ്യമടക്കാൻ കഴിയാതെ ഭദ്രയെ നോക്കി ദേഷ്യത്തോടെ പല്ല് കടിച്ചു. നാശം, ചത്തുപോയാൽ മതിയായിരുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. സിദ്ധുവിൻ്റെ പുറകെ മറ്റുള്ളവരും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവരാരും കാണാതെ അവരെ നോക്കി നിന്നിരുന്ന മറ്റൊരാൾ കൂടി ആ മുറിയിലുണ്ടായിരുന്നു. അവന്തികയുടെ ആത്മാവ്. തൻ്റെ മുറിയിൽ കയറി കഥകടച്ച സിദ്ധുവിൻ്റെ ചിന്ത അപ്പോഴും അവന്തികയോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. എങ്ങനെയും അവളോട് സംസാരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്നാൽ ഓജോ ബോർഡ് പരീക്ഷിക്കുമ്പോൾ മറ്റാരുടെയും സാന്നിധ്യം തൻ്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. അവനത് നിർബന്ധമായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. കൂട്ടുകാരെല്ലാം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് പറ്റിയ അവസരമെന്ന് അവൻ ഉറപ്പിച്ചു. എല്ലാ വിധത്തിലും മനസ്സുകൊണ്ട് അവൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പതിയെ അവൻ്റെ ചിന്തകൾ ഭദ്രയിലേക്ക് തിരിഞ്ഞു. മുറിവേറ്റ ശിരസിലൂടെ രക്തമൊഴുകുന്ന അവളുടെ മുഖമോർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരുപാട് കരഞ്ഞിടയ്ക്കപ്പോഴോ സിദ്ധു ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതേസമയം അനുവിൻ്റെ മുറിയിൽ അവൾക്ക് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല.
എങ്ങനെയും സിദ്ധുവിനെ സ്വന്തമാക്കാൻ വേണ്ടി അവൾ ഭദ്രയെ ഒഴിവാക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. രാത്രിയുടെ രണ്ടാം യാമത്തിൽ മാധുര്യമേറിയ ഒരു ശബ്ദം സിദ്ധുവിൻ്റെ ചെവികളെ തേടിയെത്തി. സിദ്ധു, സിദ്ധു എന്ന് തന്നെ വിളിക്കുന്ന ആ ശബ്ദം തേടി അവൻ എഴുന്നേറ്റു. സ്വപ്നത്തിലെന്നോണം അവൻ ആ ശബ്ദത്തിൻ്റെ ദിശയിലേക്ക് ചലിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദം അവനെ ആ ബംഗ്ലാവിൻ്റെ മട്ടുപാവിൽ കൊണ്ടുചെന്ന് നിർത്തി. മട്ടുപാവിൻ്റെ തുമ്പത്തായി നിന്നിരുന്ന അവനെ വീണ്ടും ആ ശബ്ദം വിളിച്ചു. സിദ്ധു, വാ വാ സിദ്ധു, മുന്നോട്ട് വാ, നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, വാ സിദ്ധു. ആ ശബ്ദത്തെ അനുസരിച്ചെന്നോണം സിദ്ധു ചുവടുകൾ വീണ്ടും മുന്നോട്ട് വച്ചു. അടുത്ത നിമിഷം ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ താഴേക്ക് പതിച്ചു. നിലത്തേക്ക് പതിച്ച സിദ്ധു ഭൂമി സ്പർശിക്കുന്നതിന് മുമ്പ് പഞ്ഞി പോലെ എന്തോ ഒന്ന് അവനെ താങ്ങി നിർത്തി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ ആ വായുവിൻ്റെ മടിത്തട്ടിൽ കിടന്നു. പതിയെ സിദ്ധുവിൻ്റെ ശരീരം നിലത്തേക്ക് താഴാൻ തുടങ്ങി. അവനൊരു ചെറിയ വേദന പോലും ഉണ്ടാകാതെ ആ ശരീരം നിലത്ത് പതിഞ്ഞു. അവന് താഴെയായി നിലത്ത് പുഷ്പങ്ങൾ കൊണ്ടൊരു കിടക്ക രൂപം കൊണ്ടു. ഒരു കൊച്ചു കുഞ്ഞുറങ്ങുന്നത് പോലെ അവിടെ സിദ്ധു നടന്നതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങി. എന്നാൽ രാവിലെ സിദ്ധുവിനെ മുറിയിൽ മുഴുവൻ തിരഞ്ഞ് കാണാതെ തേടി വന്ന കൂട്ടുകാർ കണ്ടത് പുറത്തൊരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന സിദ്ധുവിനെയാണ്. അവന് എന്ത് പറ്റിയെന്നറിയാതെ കൂട്ടുകാർ മുഖത്തോട് മുഖം നോക്കി. സിദ്ധു, ഡാ സിദ്ധു, എഴുന്നേൽക്ക്. കൂട്ടുകാരുടെ വിളി കേട്ടാണ് സിദ്ധു കണ്ണുകൾ തുറന്നത്. ഗുഡ് മോർണിംഗ്, നിങ്ങളെല്ലാവരും കൂടി എന്താ രാവിലെ? സിദ്ധു സംശയത്തോടെ ചോദിച്ചു. നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അനുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് സിദ്ധു താൻ പുറത്ത് മരച്ചോട്ടിലാണ് കിടക്കുന്നതെന്ന കാര്യം മനസ്സിലായത്. ഞാനെങ്ങനെ ഇവിടെ? സിദ്ധു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? നിഖിലിൻ്റെ ആ ചോദ്യം കൂട്ടുകാരിലും ചിരി പടർത്തി. എന്നാൽ സിദ്ധുവിന് കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കൂട്ടുകാർ ചേർന്ന് എന്തോ പണി ഒപ്പിച്ചതാകാമെന്നാണ് സിദ്ധു ആ നിമിഷം ചിന്തിച്ചത്. കൂട്ടുകാരുടെ മുഖത്ത് തെളിഞ്ഞ പരിഹാസച്ചിരി കൂടി കണ്ടതോടെ അവൻ്റെ സംശയം ശക്തമായി. അവനവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. കൂട്ടുകാർ അവൻ്റെ പെരുമാറ്റം കണ്ട് സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി നിന്നു. മുറിയിലെത്തിയിട്ടും സിദ്ധുവിൻ്റെ ഉള്ളിൽ സംശയമായിരുന്നു. അവരാണിത് ചെയ്തതെങ്കിൽ താൻ ഉണരേണ്ടതല്ലേ? ഇന്നലെ ഒന്നും തന്നെ തൻ്റെ ഉറക്കത്തെ ബാധിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ ഞാനവിടെ എത്തി? അവൻ്റെ ഉള്ളിൽ സംശയങ്ങൾ തലപൊക്കി തുടങ്ങി. ആ സംശയങ്ങൾക്ക് ഉത്തരം തേടി അവൻ്റെ മനസ്സ് കണ്ടെത്തിയ ഉത്തരം അവളുടെ പേരായിരുന്നു, അവന്തികയുടെ. ഇനി അവന്തികയാണോ തന്നെ? പക്ഷെ തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അവൻ്റെ മനസ്സിൽ മുഴുവനും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന സത്യം അവനും അറിയാമായിരുന്നു. അവന്തികയ്ക്ക്, അവൾക്ക് മാത്രം. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ അവൻ കൂട്ടുകാരോട് ആ സംഭവത്തെക്കുറിച്ച് ഒന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. ഭദ്രയും പഴയ പോലെ മുറിവെല്ലാം ഉണങ്ങി എഴുന്നേറ്റതോടെ അവരുടെ ദുഃഖങ്ങൾ എല്ലാം ഒരുവിധം ഒഴിഞ്ഞു മാറി തുടങ്ങി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു, സിദ്ധു കാത്തിരുന്ന വെള്ളിയാഴ്ച ദിവസം. രാവിലെ കൂട്ടുകാരെല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോൾ സിദ്ധു സുഖമില്ലെന്ന് പറഞ്ഞ് അവരോടൊപ്പം പോകാതെ ഒഴിഞ്ഞുമാറി. അവൻ വിശ്രമിക്കട്ടെ എന്ന് കരുതി അവനെ ആരും നിർബന്ധിക്കാൻ പോയില്ല. സിദ്ധുവിൻ്റെ മനസ്സ് മുഴുവനും അവന്തികയോട് സംസാരിക്കുന്ന ചിന്ത മാത്രമായിരുന്നു. അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവനെ അവിടെ തനിച്ചാക്കി മറ്റുള്ള കൂട്ടുകാർ രാമേട്ടനും ഭദ്രയ്ക്കുമൊപ്പം അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അവർ പോയതും സിദ്ധു തൻ്റെ പദ്ധതികൾ ഒരുങ്ങി തുടങ്ങി. നേരത്തെ റെഡിയാക്കി വച്ചിരുന്ന ഓജോ ബോർഡ് അവൻ നിവർത്തി മേശമേൽ വെച്ചു. അതിന് ഇരുവശങ്ങളിലായി 2 മെഴുകുതിരി അവൻ ഒരുക്കി വെച്ചു. അമ്പലത്തിലെത്തിയ സിദ്ധുവിൻ്റെ കൂട്ടുകാരെയും കൂട്ടി രാമേട്ടൻ നേരെ പോയത് അവിടുത്തെ തിരുമേനിയുടെ അടുത്തേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ ഒരുക്കിയിരുന്ന കളത്തിനരികിലായി അവർ ഇരുന്നു. ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ രാമേട്ട? അവരിൽ ഒരാൾ സംശയത്തോടെ ചോദിച്ചു. നമ്മളിവിടെ ഉത്സവത്തിന് തന്നെയാണ് വന്നത്, എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. നിങ്ങളുടെ ജീവൻ പോലും നഷ്ടമാകാനിടയുള്ള ഒരു ആപത്തിൽ നിന്നുള്ള ഒരു രക്ഷ തേടി. ഭദ്രയും കൂട്ടുകാരും ഒന്നും മനസ്സിലാവാതെ ഭയത്തോടെ രാമേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ നിങ്ങളെല്ലാം കൊല്ലും. മുൻപ് ഭദ്രയ്ക്കും സിദ്ധുവിനും ഉണ്ടായ അനുഭവങ്ങളുടെ പുറകിൽ അവളാണ്. നിങ്ങൾ തുറന്നുവിട്ട അവന്തികയുടെ ആത്മാവ്. അവന്തിക? വീണ്ടും ആ പേര് കേട്ടതും എല്ലാവരും അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ തല കുനിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ മുറിയിലേക്ക് യോഗിയെപ്പോലെ തോന്നിക്കുന്ന ഒരാൾ കയറി വന്നു. നമസ്കാരം തിരുമേനി. രാമേട്ടൻ അയാളുടെ മുമ്പിൽ കൈകൾ കൂപ്പി എഴുന്നേറ്റ് നിന്നു. ഇതേ സമയം വീട്ടിൽ സിദ്ധു ആ മെഴുകുതിരികൾ 2 കത്തിച്ചു. പതിയെ നിവർത്തി വെച്ചിരിക്കുന്ന ഓജോ ബോർഡിലെ കോയിനിൽ അവൻ്റെ വിരലുകൾ പതിഞ്ഞു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. സിദ്ധു അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ്റെ വലതുവശത്തിരുന്ന മെഴുകുതിരിയുടെ നാളം കെട്ടു. അവൻ്റെ വിരലിലിരുന്ന കോയിൻ ചലിക്കാൻ തുടങ്ങി. തൻ്റെ മുന്നിലിരിക്കുന്ന രാമേട്ടനെയും കുട്ടികളെയും തിരുമേനി സൂക്ഷിച്ചു നോക്കി. എന്താ പ്രശ്നം? അദ്ദേഹം അവരോടായി ചോദിച്ചു. തിരുമേനി, അവൾ മോചിതയായിരിക്കുന്നു, അവന്തിക. രാമേട്ടൻ സിദ്ധുവിനും ഭദ്രയ്ക്കുമുണ്ടായ അനുഭവം തിരുമേനിയോട് വിവരിച്ചു. എല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന തിരുമേനിയോട് രാമേട്ടൻ ചോദിച്ചു തുടങ്ങി. എന്തിനാ തിരുമേനി അവൾ കുട്ടികളെ? എന്തിനു വേണ്ടി അവൾ ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നത്?
രാമേട്ടൻ്റെ ചോദ്യത്തിനു മുന്നിൽ നിശബ്ദനായിരുന്ന അയാൾ കണ്ണടച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ശേഷം കണ്ണുകൾ തുറന്ന അയാളെ അവർ പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ തിരുമേനിയുടെ മുഖം ഭയത്താൽ വിവരണമാകുന്നതാണ് അവർ കണ്ടത്. എന്താ തിരുമേനി, എന്തുപറ്റി? അവർ ഭയത്തോടെ ചോദിച്ചു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതെല്ലാം ചെയ്തത് അവന്തികയുടെ ആത്മാവല്ല. അവൾക്ക് ആരോടും ഒരു പകയുമില്ല. ഇത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആരാ തിരുമേനി? സിദ്ധുവിൻ്റെയും ഭദ്രയുടെയും മരണത്തിലൂടെ ഏത് വിധേനയും അവരെ തമ്മിൽ പിരിച്ച് സിദ്ധുവിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി മരണം വിതയ്ക്കാൻ കാത്തു നിൽക്കുന്ന മറ്റൊരു ആത്മാവ് കൂടി ഇപ്പോൾ അവിടെയുണ്ട്. അതാണ് ഇതിനെല്ലാം പുറകിൽ. 2 ശ്രമങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു. അത് ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇതേസമയം മുറിയിൽ സിദ്ധുവിൻ്റെ കൈവശം കോയിൻ ചലിക്കാൻ തുടങ്ങി. ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ അവൻ ആ ആത്മാവിനോട് ചോദിച്ചു, ഇവിടെ എന്നെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ കോയിൻ യെസ് എന്നെഴുതിയ ഭാഗത്തേക്ക് ചലിച്ചു. ഇവിടെ എൻ്റെ കൂടെയുള്ളത് അവന്തികയുടെ ആത്മാവല്ലേ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. എന്നാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ആ കോയിൻ നോ എന്നെഴുതിയ ഭാഗത്തേക്ക് ചലിച്ചു. ഇതേ സമയം പുറത്ത് നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. ഭയങ്കരമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. കാറ്റിൽ ഒഴുകി കറുത്തൊരു നിഴൽ രൂപം സിദ്ധുവിന് പുറകിലായി വന്നു നിന്നു. മറ്റാരുടെയോ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ സിദ്ധുവിൻ്റെ ഉള്ളിൽ ഭയം വരാൻ തുടങ്ങി. ഇതേസമയം തിരുമേനിയുടെ മുന്നിലിരുന്ന അവൻ്റെ കൂട്ടുകാരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അവരുടെ ഉള്ളിലും ഭയം നിറഞ്ഞു. ആരാ തിരുമേനി ആത്മാവ്? രാമേട്ടൻ്റെ ചോദ്യത്തിന് മൗനമായിരുന്നു അയാളുടെ ഉത്തരം. ആരായാലും പറയൂ തിരുമേനി, രാമേട്ടൻ വീണ്ടും ചോദിച്ചു. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി തിരുമേനിക്ക് മൗനം വെടിയേണ്ടി വന്നു. ബംഗ്ലാവിൽ സിദ്ധു ഉള്ളിലെ ഭയത്തെ മറച്ചുവെച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അവൻ വീണ്ടും തൻ്റെ കൂടെയുള്ള ആത്മാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവന്തിക അല്ലെങ്കിൽ പിന്നെ താങ്കൾ ആരാണ്? ആത്മാവിൻ്റെ ഉത്തരം എന്നോണം അവൻ്റെ കൈവശമുള്ള കോയിൻ ചലിക്കാൻ തുടങ്ങി. ആ അക്ഷരങ്ങൾ കൂട്ടിവായിച്ച സിദ്ധു ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ഈ ലോകത്ത് നിന്ന് നമ്മെ വിട്ടുപോയി എന്ന് കരുതിയ പലതും ഇന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മൾ പോലും അറിയാതെ. ജീവിച്ചിരുന്നപ്പോൾ നടക്കാതെ പോയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതുവരെ അവർ നമ്മെ വിട്ടു പോകില്ല. അങ്ങനെയുള്ളൊരു ആത്മാവാണിപ്പോൾ നിങ്ങൾക്കൊപ്പം ആ ബംഗ്ലാവിലുള്ളത്. അവളാണ് നിങ്ങളുടെ കൂടെയുള്ള ആത്മാവ്, സുഭദ്ര. തിരുമേനിയുടെ വാക്കുകൾ കേട്ട് ഭദ്രയും രാമേട്ടനും ഒരുപോലെ ഞെട്ടി. സുഭദ്ര. സിദ്ധു ആ പേര് വീണ്ടും ഉരുവിട്ടു. ഭദ്രയുടെ സഹോദരി, തൻ്റെ കൂട്ടുകാരി, സർപ്പക്കാവിലെ സർപ്പങ്ങളുടെ ശാപമേറ്റ് മരണമടയേണ്ടി വന്നവൾ. അവൻ്റെ ഓർമ്മകൾ ഒരുപാട് കാലം പുറകിലേക്ക് പോയി. സുഭദ്ര. അവൾ എന്തിനാ എന്നെയും സിദ്ധുവിനെയും കൊല്ലാൻ നോക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തിട്ട് അവൾക്ക് ഞങ്ങളോട് പക? ഭദ്രയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തിരുമേനി മൗനം പാലിച്ചു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അയാൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ സുഭദ്രയുടെ മരണം അവിചാരിതമായി സംഭവിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരിൽ ഞെട്ടലുളവാക്കി. പിന്നെ എന്താണ് അവൾക്ക് സംഭവിച്ചത്? രാമേട്ടൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ സർപ്പങ്ങൾക്ക് സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുകയായിരുന്നു, സിദ്ധുവിന് വേണ്ടി. സിദ്ധുവിനെ അവൾ പ്രണയിച്ചിരുന്നു. എന്നാൽ സിദ്ധുവിന് അവളോടുണ്ടായിരുന്നതോ വെറും സൗഹൃദം മാത്രം. സിദ്ധു ഭദ്രയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതോടെ അവൾ പൂർണ്ണമായി തകർന്നു. ഇനി ഒരിക്കലും സിദ്ധു തന്നെ സ്വന്തമാകില്ല എന്നറിഞ്ഞവൾ സ്വയം ജീവനൊടുക്കി. അതാണ് സംഭവിച്ചത്. എന്നാൽ ഇന്ന് അവളുടെ ആത്മാവ് പുനർജനിച്ചിരിക്കുന്നു. അവളുടെ ലക്ഷ്യം സിദ്ധുവാണ്. സിദ്ധുവിൻ്റെ ആത്മാവിനെ തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി അവൾക്ക് അവൻ്റെ ജീവൻ നശിപ്പിക്കണം. അതിന് തടസ്സമായി അവൾക്ക് മുന്നിലുള്ളത് ഭദ്രയാണ്. അവളെയും സുഭദ്ര കൊല്ലും. അവളിന്ന് അതിശക്തയാണ്, സർപ്പങ്ങളുടെ അനുഗ്രഹം കൂടെയുള്ള ആത്മാവ്. അവൾക്ക് ഏത് നിമിഷവും എവിടെയും കടന്നു വരാൻ കഴിയും. നിങ്ങളിൽ ആരുടെ രൂപവും അവൾക്ക് സ്വീകരിക്കാം. നിങ്ങൾ പോലും അറിയാതെ അവൾ ചിലപ്പോൾ നിങ്ങൾക്കൊപ്പം നടക്കും. നിങ്ങളുടെ യാത്രകളിൽ തൊട്ടു പിന്നിലായി അവൾ ചിലപ്പോൾ കൂടെയുണ്ടാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ രക്തം അവൾ കുടിക്കും. ജീവൻ പോകുന്നത് പോലും നിങ്ങൾ അറിഞ്ഞെന്ന് വരില്ല. നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ ഉറക്കത്തിൽ അവൾ കൂട്ടിനുണ്ടാകും. നിങ്ങൾ അവൾക്ക് തടസ്സമായാൽ ചിലപ്പോൾ അവൾ നിങ്ങളെയും കൊല്ലും. തനിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും അവൾ ജീവനോടെ വിടില്ല. ഒന്നിനെയും. ചില രാത്രികളിൽ നിങ്ങൾക്കൊപ്പം ഇരുട്ടിൻ്റെ മറവിൽ ആരോ ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ആരോ ഒരാൾ നിങ്ങളെ നോക്കിക്കാണുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? അന്ധകാരത്തിൻ്റെ മറവിൽ നിങ്ങളെ തേടിയിരുന്ന മരണം, അത് അവളാണ്. മരണം കുതിക്കുന്ന അവളുടെ ആത്മാവ്. തിരുമേനിയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടു നിന്നത്. തിരുമേനി, ഇതിനെന്തെങ്കിലും പരിഹാരം? വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് രാമേട്ടൻ ചോദിച്ചു. തിരുമേനി തൻ്റെ കണ്ണുകൾ അടച്ചു. അയാളുടെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ കണ്ണുകൾ തുറന്നു. അയാളുടെ മുഖം ഭയത്താൽ വിവർണമായി. നിങ്ങൾ ഉടനെ ബംഗ്ലാവിലെത്തണം, എത്രയും പെട്ടെന്ന്. അവിടെ സിദ്ധുവിൻ്റെ ജീവൻ ആപത്തിലാണ്. ഏത് നിമിഷവും അവന് മരണം സംഭവിക്കാം. അയാളുടെ വാക്കുകളിൽ വല്ലാത്തൊരു തരം ഭയം നിറയുന്നത് അവർ ശ്രദ്ധിച്ചു. സുഭദ്രയുടെ ആത്മാവാണ് തൻ്റെ ഒപ്പം ഉള്ളതെന്നറിഞ്ഞപ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയം കുറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവൻ്റെ ഓർമ്മകൾ അവൾക്കൊപ്പമുള്ള കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോയി.
തൻ്റെ മുറിയിൽ നിന്ന് അവർ പോയി കഴിഞ്ഞതും തിരുമേനി ഒന്ന് ചിരിച്ചു. സുഭദ്ര, നീ എന്തിനു വേണ്ടിയാണ് വന്നത്? നിനക്ക് എന്തു വേണം? അവൻ വീണ്ടും ചോദിച്ചു. അവൻ്റെ ഉള്ളിൽ വന്ന സമാധാനം നശിപ്പിച്ച് വീണ്ടും ഉള്ളിൽ ഭയം നിറച്ചുകൊണ്ട് അവളുടെ മറുപടി വന്നു. യു, നിന്നെയാണ് എനിക്ക് വേണ്ടത്. അവളുടെ മറുപടി കണ്ട് അവൻ ഞെട്ടി. അവൻ്റെ കൈകൾ ആ കോയിനിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. അടുത്ത നിമിഷം അവൻ്റെ കൺമുന്നിലിരുന്ന ഓജോ ബോർഡ് കത്തിയിരിഞ്ഞു. പുറത്ത് അതിഭീകരമായ കാറ്റ് വീശാൻ തുടങ്ങി. ചെവി പൊട്ടുമാറു ഉച്ചത്തിൽ ആകാശത്തിൽ ഇടിനാദം മുഴങ്ങി. അവൻ്റെ മുറിയിൽ ബൾബുകൾ കത്തി അണയാൻ തുടങ്ങി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അതും നിലച്ചു. അവിടെ പൂർണ്ണമായും അന്ധകാരത്താൽ നിറഞ്ഞു. തൻ്റെ മുന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാനാവാതെ ഭയത്തോടെ സിദ്ധു നോക്കി നിന്നു. സിദ്ധു! പുറകിൽ നിന്നും മധുരമേറിയ ഒരു പെൺശബ്ദം അവനെ വിളിച്ചു. അതിലലിഞ്ഞു ചേർന്നിട്ടെന്നോണം ഏതോ ഒരു മാന്ത്രിക വലയത്തിൽപ്പെട്ടതുപോലെ സിദ്ധു ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അവളുടെ ശബ്ദത്തെ പിന്തുടർന്നവൻ നടക്കാൻ ആരംഭിച്ചു. ശബ്ദമായി വന്ന സുഭദ്ര സിദ്ധുവിനെ അടുത്തുള്ള മരണക്കുളത്തിലേക്ക് നയിച്ചു. മരണത്തിലേക്കുള്ള ഓരോ ചുവടുകളുമായി സിദ്ധു മുന്നോട്ട് വച്ചു. സ്വാമിജിയുടെ മുറിയിൽ സ്വാമിജി ഇരുന്നിടത്ത് അയാൾക്ക് പകരം മറ്റൊരാളായിരുന്നു ആ നിമിഷം ഉണ്ടായിരുന്നത്. മെല്ലെ സ്വാമിജിയുടെ രൂപം അവന്തികയുടെ രൂപമായി മാറി. അവന്തിക വിചാരിച്ചത് തന്നെ നടന്നു. സിദ്ധുവിൻ്റെ കൂട്ടുകാരുടെ സഹായം അവനെ രക്ഷിക്കാൻ അവൾക്ക് അത്യാവശ്യമായിരുന്നു. ഇതേ സമയം ബംഗ്ലാവിൽ സുഭദ്രയുടെ ആത്മാവ് സിദ്ധുവിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. മരണക്കുളത്തിലേക്കുള്ള അവൻ്റെ ദൂരം കുറഞ്ഞു വന്നു. സിദ്ധു! കൂട്ടുകാരുടെ വിളി കേട്ട് സുഭദ്രയുടെ ആത്മാവ് പുകയായി മറഞ്ഞു. അവനെ തിരഞ്ഞ് ഓടിയെടുത്ത കൂട്ടുകാർ കണ്ടത് ഉറക്കത്തിലെന്നോണം കുളത്തിനടുത്തേക്ക് നടക്കുന്ന സിദ്ധുവിനെയാണ്. കൂട്ടുകാർ ചേർന്നവനെ പിടിച്ചു നിർത്തി. അവരുടെ ശബ്ദം അവനെ അവളുടെ മായാവലയത്തിൽ നിന്ന് വിടുവിച്ചു. ഉറക്കത്തിൽ നിന്നോണം സിദ്ധു തൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ എങ്ങനെ ഇവിടെ? സുഭദ്ര, അവളെവിടെ? അവൾ എന്നെ വിളിച്ചു. സ്ഥലകാല ബോധമില്ലാതെ സിദ്ധു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. തിരുമേനി പറഞ്ഞതിൽ നിന്നും സിദ്ധുവിൻ്റെ വാക്കുകളിൽ നിന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഏകദേശ രൂപം അവൻ്റെ കൂട്ടുകാർക്ക് അറിയാവുന്നതിനാൽ കൂട്ടുകാർ കൂടുതലായി അവനോടൊന്നും തന്നെ ചോദിച്ചില്ല. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി കട്ടിലിലേക്ക് കിടത്തി. ഭദ്ര അവൻ്റെ അരികിലായി ഇരുന്നു. ഇപ്പോൾ ഭദ്രയുടെ സാമീപ്യം അവന് വലിയൊരു ആശ്വാസമാകുമെന്ന് മനസ്സിലാക്കിയ കൂട്ടുകാർ അവരെ അവിടെ തനിച്ചാക്കി പുറത്തേക്ക് ഇറങ്ങി. ഭദ്ര! വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് സിദ്ധു വിളിച്ചു. എനിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ എങ്ങനെ അവിടെ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? നമ്മുടെ സുഭദ്ര, അവളെന്തിനാ എന്നെ? അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഭദ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുടിയിൽ തലോടി അവനെ താലോലിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല സിദ്ധു, നിനക്കൊന്നും സംഭവിച്ചില്ല. ഒന്നുമില്ല നിനക്ക്. നീ കിടന്നോ. അവൾ അവൻ്റെ തലയെടുത്ത് അവളുടെ മടിയിലേക്ക് വച്ചു. പതിയെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ അധരങ്ങളുമായി ചേർന്നു. പ്രണയചുംബനത്തിൻ്റെ മാധുര്യത്തിൽ സംഭവിച്ചതെല്ലാം ഒരു നിമിഷം രണ്ടുപേരും മറന്നു. അവർ അവരുടേത് മാത്രമായ ഒരു ലോകത്തായിരുന്നു അപ്പോൾ. സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയം ഭദ്രയോടുള്ള പ്രണയത്തിനു മുമ്പിൽ വഴിമാറി. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്നിരുന്ന സുഭദ്രയുടെ ഉള്ളിൽ പക ആളിക്കത്തുന്നുണ്ടായിരുന്നു. സിദ്ധുവിനെ സ്വന്തമാക്കാൻ തനിക്ക് തടസ്സമായി വന്ന അവൻ്റെ കൂട്ടുകാർക്ക് നേരെയും അവളുടെ കണ്ണുകൾ തിരിഞ്ഞു. ഇല്ല, എൻ്റെ പദ്ധതികൾ തകർത്ത ആരെയും ഞാൻ ജീവനോടെ വിടില്ല. നഷ്ടങ്ങളുടെ വേദന നിങ്ങൾ അറിയും. ജീവന് വേണ്ടി നിങ്ങൾ കേഴുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ ജീവൻ ഞാൻ അപഹരിക്കും. ഇനിയുള്ള രാത്രികൾ നിങ്ങൾക്ക് ഭയത്തിൻ്റെ രാത്രികളായിരിക്കും. ഓരോ പകലും നിങ്ങൾ കണി കണ്ടുയരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവങ്ങളായിരിക്കും. പകയാളുന്ന മുഖത്തോടെ സുഭദ്ര അവർക്കെതിരെ പ്രതിജ്ഞ എടുത്തു. എന്നാൽ ഇതൊന്നും അറിയാതെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിലായിരുന്നു അവരെല്ലാം. സിദ്ധുവിൻ്റെ മുറിയിൽ സിദ്ധുവിൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചുറങ്ങുന്ന ഭദ്രയെയും അവൾ കാണുന്നുണ്ടായിരുന്നു. നടന്ന സംഭവങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ക്ഷീണം കാരണം ഓരോരുത്തരും ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ അവരവരുടെ മുറികളിലേക്ക് പോയി. നല്ല ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉറങ്ങിയത് എപ്പോഴാണെന്ന് അവർ അറിഞ്ഞില്ല. ആ രാത്രിയിൽ തങ്ങളെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. കാറ്റായും നിഴലായും മരണങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന സത്യം അറിയാതെ അവർ സുഖമായി ഉറങ്ങി. രാത്രിയുടെ രണ്ടാം യാമത്തിൽ നിഴൽ പോലൊരു രൂപം അവരെ തേടിയെത്തി. ആ രൂപത്തിന് സുഭദ്രയുടെ രൂപമായിരുന്നു. ജനവാതിൽക്കൽ വെളുത്തൊരു പുക പോലെ അവൾ അവരെ നോക്കി നിന്നു. പതിയെ അതിലൊരു മുറിക്കുള്ളിലേക്ക് അവൾ ഒഴുകി നീങ്ങി. ശാന്തമായി ഉറങ്ങുന്ന നിഖിലിൻ്റെ മുറിക്കുള്ളിൽ അവൾ അവനെ തന്നെ നോക്കി നിന്നു. പതിയെ അവളുടെ സുന്ദരമായ രൂപത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവളുടെ മുഖത്ത് വലിയ വലിയ മുറിപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകളിലൂടെ രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങി. അവളുടെ പക മുഴുവനും അവളുടെ നോട്ടത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ചുടുചോരയുടെ മണം അവൾ ആവോളം ആസ്വദിച്ചു. പതിയെ അവൻ്റെ കട്ടിലിനരികിലായി അവളിരുന്നു. കാറ്റിൽ പറന്നു കളിക്കുന്ന അവൻ്റെ മുടിയിഴകളെ അവൾ മാടിയൊതുക്കി. ഇതേ സമയം സിദ്ധുവിൻ്റെ മുറിയിൽ അവൻ നല്ല മയക്കത്തിലായിരുന്നു. മയക്കത്തിനിടയിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി. ഒരു പെൺകുട്ടി. അവൾ കരയുകയാണ്. അവൾക്ക് ചുറ്റും കുറച്ചു പുരുഷന്മാർ. അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയായി കീറിയിരിക്കുന്നു. മദ്യലഹരിയിലായിരുന്ന അവരിലൊരാൾ ഒരു മൃഗത്തെ പോലെ ആ പെൺകുട്ടിയുടെ മേൽ പടർന്നു കയറി. തടയാൻ ശ്രമിച്ച അവളെ മറ്റുള്ളവർ ബലമായി പിടിച്ചു വച്ചു.
അങ്ങനെ ഓരോരുത്തരായി അവളുടെ ശരീരത്തെ പിച്ചി ചീന്തി. സ്വപ്നത്തിൽ പോലും ആ ദൃശ്യം സിദ്ധുവിൻ്റെ കണ്ണുകളെ ഈർന്നണിയിച്ചു. ആ പുരുഷന്മാരുടെ മുഖം അവന് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അവസാനം ആളും എഴുന്നേറ്റപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവൻ അവസാന കണികയിൽ നഷ്ടമായിരുന്നു. ശരീരം മുഴുവനും രക്തക്കറകളുമായി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. അവന്തിക! ഒരു നിലവിളിയോടെ സിദ്ധു കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. താൻ കണ്ടത് സത്യമാണോ? അങ്ങനെയാണെങ്കിൽ അവന്തിക അവളെ കൊന്നതാണോ? ആരായിരുന്നു ആ മുഖം വ്യക്തമാകാത്ത ചെറുപ്പക്കാർ? എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? തൻ്റെ വിശ്വാസങ്ങൾ ഓരോന്നായി തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നും മനസ്സിലാകാതെ സിദ്ധു ആ കിടക്കയിലിരുന്നു. നിഖിലിൻ്റെ മുടിയിഴകളെ മാടിയൊതുക്കി അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. അവളുടെ വായിൽ നിന്ന് മൂർച്ചയേറിയ 2 പല്ലുകൾ പുറത്തേക്ക് നീണ്ടു. അവളുടെ കണ്ണുകളിൽ മരണത്തിൻ്റെ ഭാവം തെളിഞ്ഞു നിന്നു. ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ കിടക്കുന്ന അവൻ്റെ കഴുത്തിൽ അവളുടെ പല്ലുകൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങി. ഒരു പിടച്ചിലോടെ അവൻ്റെ ജീവൻ അവിടെ അവസാനിച്ചു. രക്തം കുടിച്ച് ദാഹമകറ്റിയ സുഭദ്ര ആർത്തട്ടഹസിച്ചു. അവളുടെ ആ അട്ടഹാസം അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ തന്നെ ഓരോരുത്തരായി എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റ് താഴെ വന്നിട്ടും നിഖിലിനെ കാണാത്തതിനാൽ കൂട്ടുകാർ ചേർന്ന് അവനെ തേടി അവൻ്റെ മുറിയിലേക്ക് നടന്നു. പുതച്ചു മൂടിക്കിടക്കുന്ന അവനെ കണ്ടവർ അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്തു ഉറക്കമാണത്? നേരം 10 മണിയായി. എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. കളിയാക്കിക്കൊണ്ട് സിദ്ധു അത് പറയുമ്പോൾ മറ്റുള്ളവരും ചിരിച്ചു. നിഖിൽ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ വന്നോളാം, നിങ്ങൾ താഴേക്ക് ചെല്ല്, നിഖിൽ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ ഉറക്കം നഷ്ടമായ ദേഷ്യത്തിലാണെന്ന് കരുതി അവർ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ തിരിച്ചു നടന്നു. അവൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് അവൻ തൻ്റെ മുഖം കഴുകി. വെള്ളം കൈകളിൽ കൊണ്ട് അവൻ തൻ്റെ വായിലേക്ക് ഒഴിച്ചു. പുറത്തേക്ക് തുപ്പിയ വെള്ളത്തോടൊപ്പം അവൻ്റെ പല്ലിൽ പറ്റിയിരുന്ന രക്തക്കറയും ആരും കാണാതെ അവൻ കഴുകിക്കളഞ്ഞു. ഇതേ സമയം കുറച്ചകലെയായി രക്തം ഊറ്റിക്കുടിച്ച നിലയിലൊരു ശരീരം കാക്കകൾ കൊത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു. വായിലും ശരീരത്തിലും പതിഞ്ഞിരുന്ന രക്തക്കറ അവൻ ആ വെള്ളത്തോടൊപ്പം ഒഴുക്കിക്കളഞ്ഞു. നിഖിൽ താഴേക്ക് ചെന്നപ്പോഴേക്കും എല്ലാവരും ആഹാരം കഴിക്കാൻ റെഡിയായി മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പുഞ്ചിരി സുഭദ്രയുടെ ആത്മാവിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു. അവൻ പുഞ്ചിരിയോടെ അവർക്കൊപ്പം ഇരുന്നു. തങ്ങൾക്കൊപ്പം ഇരിക്കുന്നത് മരണമാണെന്ന് തിരിച്ചറിവില്ലാത്ത മറ്റുള്ളവർ അപ്പോഴും നല്ല സന്തോഷത്തിലായിരുന്നു. അവരുടെ സന്തോഷത്തെ നിഖിലിൻ്റെ രൂപത്തിലുള്ള സുഭദ്ര ദേഷ്യത്തോടെ നോക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും നിഖിൽ അവർക്കൊപ്പം ഇരിക്കാതെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. കളിച്ചിരികളും തമാശയും ഒക്കെയായി ഇരുന്നതിനാൽ മറ്റുള്ളവർ അവനെ അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഒരാൾ മാത്രം അവൻ്റെ മാറ്റങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. രമ്യയ്ക്കുള്ളിൽ കുടിയേറിയ അവന്തികയുടെ ആത്മാവ്. അവൾക്ക് മാത്രമേ അവനിലെ മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അന്ന് പകലിൽ നിഖിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. കൂട്ടുകാർ അന്വേഷിച്ചു ചെന്നുവെങ്കിലും തലവേദന ആണെന്നും പറഞ്ഞ് എല്ലാത്തിൽ നിന്നും വിദഗ്ധമായി അവൻ ഒഴിഞ്ഞുമാറി. രാത്രികളാണ് അവൾ തൻ്റെ പ്രതികാരത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്. തനിക്കെതിരെ നിൽക്കുന്ന ഓരോരുത്തരെയായി നശിപ്പിക്കാൻ അവൾ ഇരുട്ടിൻ്റെ ഭീകരതയെ കൂട്ടുപിടിച്ചു. അവളുടെ ശക്തിയിൽ അവിടുത്തെ രാത്രികൾ പതിവിലും ഭയങ്കരമായിരുന്നു. രാത്രിയുടെ ഭീകരത അവളുടെ മുന്നിൽ മറയായി. അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി അവൾ പതിവ് പോലെ തൻ്റെ മരണവേട്ട തുടരാനായി പുറത്തേക്കിറങ്ങി. ശക്തമായ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടി ഒരു പുകച്ചുരുൾ ആ മുറിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ വരവ് അറിഞ്ഞിട്ടെന്നോണം ദൂരെ എവിടെയോ കാലങ്കോഴി ഉച്ചത്തിൽ കൂവി. ബംഗ്ലാവിന് പുറത്ത് ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. നിഖിലിൻ്റെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തൂവൽ പോലെ അവൻ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങി. ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് അങ്ങിങ്ങായി ചിതറിക്കിടന്നിരുന്ന കരിയിലകൾക്കിടയിലൂടെ കരിനാഗങ്ങൾ ഇഴഞ്ഞു നടന്നു. നിഖിലിൻ്റെ രൂപത്തിലായിരുന്ന സുഭദ്ര പതിയെ തൻ്റെ രൂപം സ്വീകരിച്ചു. രൗദ്രഭാവം പൂണ്ട അവളുടെ മുഖം മുഴുവനും രക്തക്കറ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. കാറ്റിൽ എങ്ങും നിറഞ്ഞു നിന്നിരുന്ന രക്തത്തിൻ്റെ മണം അവൾ ആവോളം ആസ്വദിച്ചു. രാത്രിയുടെ 2ാം യാമം. സുഖമായി ഉറങ്ങുന്ന സിദ്ധു. അവൻ്റെ കട്ടിലിൻ്റെ തലക്കലായി അവനെ നോക്കി നിൽക്കുന്ന സുഭദ്ര. അവളുടെ കണ്ണുകളിൽ അപ്പോൾ പ്രണയമായിരുന്നു. പതിയെ അവൾ ഒരു തൂവൽ പോലെ അവനരികിൽ കിടന്നു. ശാന്തമായി ഉറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് അവൾ പ്രണയത്തോടെ നോക്കി. അവൻ്റെ ശരീരത്തിൽ പുതച്ചിരുന്ന പുതുപ്പ് താഴേക്ക് നീങ്ങി. അവൾ മെല്ലെ ഉയർന്ന് സിദ്ധുവിൻ്റെ നെറ്റിയിൽ ഉമ്മ വച്ചു. അവൾ അവനരികിൽ നിന്ന് എഴുന്നേറ്റു. സിദ്ധുവിൻ്റെ ഉറക്കത്തെ ഭേദിച്ചുകൊണ്ട് ഒരു ദൃശ്യം അവൻ്റെ സ്വപ്നത്തിൽ അവനെ തേടി വന്നു. വിശാലമായൊരു മുറി. മുറിയുടെ ഒത്ത നടുക്കായി ഒരു കട്ടിലിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവൾ മുഖം പൊത്തി കരയുന്നുണ്ട്. അവളുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരിക്കുന്നു. ശരീരം മുഴുവനും മുറിവുകൾ. വേട്ടയാടപ്പെട്ട ഒരു പാവൻ മാൻപേടയെ പോലെ അവൾ തളർന്നു പോയിരുന്നു. പതിയെ ആ പെൺകുട്ടി തൻ്റെ മുഖമുയർത്തി. ആ മുഖത്തേക്ക് സിദ്ധു സൂക്ഷിച്ചു നോക്കി. അവന്തിക! ഒരു ഞെട്ടലോടെ സിദ്ധു ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അവനൊപ്പം നിന്നിരുന്ന സുഭദ്ര അന്ധകാരത്തിൽ അലിഞ്ഞു ചേർന്നു. കണ്ടത് സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സിദ്ധുവിൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. അവന്തിക! അവൾക്ക് എന്താണ് പറ്റിയത്? എന്താണ് താൻ കാണുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം? ശരിക്കും അവന്തിക എങ്ങനെയാണ് മരിച്ചത്? അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. അവൻ്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിക്കൊണ്ടിരുന്നു. ഒരല്പം ആശ്വാസത്തിനായി അവൻ അടുത്തിരുന്ന ജഗ്ഗിൽ വെള്ളത്തിനായി പരുതി.
എന്നാൽ ആ ജഗിൽ വെള്ളം തീർന്നു പോയിരുന്നു. ഒരിറ്റ് ദാഹജലത്തിനായി അവൻ്റെ നാവ് ദാഹിച്ചു. പതിയെ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ജഗ്ഗുമായി അവൻ അടുക്കളയിലേക്ക് നടന്നു. വാതിലിനടുത്തേക്ക് നോക്കി സിദ്ധു ഒരു നിമിഷം ഞെട്ടി. വെളുത്തൊരു രൂപം തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ദൂരെ എവിടെ നിന്നോ കാലൻ കോഴി ഉച്ചത്തിൽ കൂവി. സിദ്ധു തൻ്റെ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തോന്നിയതാകാമെന്ന് കരുതി സിദ്ധു എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നവൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവന് പുറകിലൂടെ എന്തോ ഒന്ന് കടന്നുപോയി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സിദ്ധുവിന് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അവൻ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് വീണ്ടും നടന്നു. അകലെ എവിടെയോ ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. ആത്മാക്കളുടെ വരവറിയിച്ചെന്നോണം പ്രകൃതി ഭയാനകമായ രൂപമാറ്റം സ്വീകരിച്ചു. പെട്ടെന്നുണ്ടായ പുറത്തെ കാറ്റും മഴയും എല്ലാം സിദ്ധുവിൻ്റെ ഉള്ളിലെ ഭയത്തെ കൂട്ടുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും മുന്നോട്ടേക്ക് ചുവടുകൾ വച്ചു. അതേസമയം അവൻ്റെ പുറകെ നിശബ്ദമായി ഒഴുകി വന്നിരുന്ന കറുത്തൊരു നിഴൽ അവൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് ചുവടുകൾ മുന്നോട്ടേക്ക് വച്ചതും തൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പെട്ടെന്ന് അവനൊന്ന് തിരിഞ്ഞു. എന്നാൽ അതിനു മുമ്പേ ആ നിഴൽ രൂപം ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നിരുന്നു. തോന്നിയതാകാമെന്ന് കരുതി മുന്നോട്ട് ചുവടുകൾ വച്ച് സിദ്ധു പെട്ടെന്ന് നിന്നു. ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ശബ്ദം അവൻ്റെ കാതുകളെ തേടിയെത്തി. അവൻ ആ ശബ്ദത്തിനായി കാതോർത്തു. അടുക്കളയ്ക്കടുത്തായി അടച്ചിരിക്കുന്ന ഒരു മുറിയിൽ നിന്നാണ് ആ ശബ്ദമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് ആരാണ് ആ മുറിയിലുള്ളത്? സിദ്ധുവിൻ്റെ ഉള്ളിൽ സംശയം അലയടിച്ചു. അവൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പതിയെ അവൻ ആ മുറിയിലേക്ക് തൻ്റെ ചുവടുകൾ വച്ചു. പെട്ടെന്നൊരു വവ്വാൽ വലിയ ശബ്ദത്തോടെ അവനരികിലൂടെ ചിറകടിച്ച് പറന്നുപോയി. അവൻ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയി. ആ മുറിയിൽ നിന്ന് ഉയർന്ന കരച്ചിൽ ശബ്ദം കൂടി വന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ വാതിലിൻ്റെ ലോക്കിൽ കൈവച്ചു. പതിയെ അവൻ ആ മുറി തുറന്ന് ഉള്ളിലേക്ക് കയറി. അവൻ ഉള്ളിലേക്ക് നടന്നു. പൊടുന്നനെ ആ വാതിൽ അവന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അണഞ്ഞു കിടന്നിരുന്ന ലൈറ്റ് പെട്ടെന്ന് തെളിഞ്ഞു. ആ മുറിയുടെ മൂലയിലായി അവനെ നോക്കിയിരിക്കുന്ന പെൺരൂപത്തെ ആ വെളിച്ചത്തിൽ അവൻ കണ്ടു. ഒരു നിമിഷം അവൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു. പുറത്ത് അന്തരീക്ഷം ഭ്രാന്തമായ രൂപമാറ്റം കൈവരിക്കുന്നത് അവൻ അറിഞ്ഞു. എവിടെ നിന്നോ ഒരു കറുത്ത പൂച്ച അവന് മുന്നിലേക്ക് എടുത്തു ചാടി. അത് ജനൽ വഴി പുറത്തേക്ക് ഓടിമറഞ്ഞു. ആ മുഖത്ത് സിദ്ധു ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെ, അവന്തിക. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പേര് മന്ത്രിച്ചു. വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ അവൻ അവൾക്കടുത്തേക്ക് ചുവടുകൾ വച്ചു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അവൾ കരയുകയാണ്. കണ്ണുനീർത്തുള്ളികൾ കവളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ അത്ഭുതം തോന്നി. ആത്മാക്കൾ കരയുമോ? എന്തിനാകും അവൾ കരയുന്നത്? ഉള്ളിൽ ചെറുതായി ഭയം തോന്നിയിരുന്നെങ്കിലും അവൻ വീണ്ടും മുന്നോട്ട് ചുവടുകൾ വച്ചു. അവന്തിക! വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അവൻ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ കണ്ണുനീരിന് ചുവപ്പ് കലർന്ന നിറമാണ്. മുഖത്ത് അവിടെ ഇവിടെയായി ചെറിയ മുറിപ്പാടുകൾ. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അവന്തിക! അവൻ വീണ്ടും വിളിച്ചു. മൗനമായിരുന്നു ഇപ്പോഴും അവളുടെ മറുപടി. നിനക്ക് എന്താ അവന്തിക പറ്റിയത്? എന്താ ഈ മുറിപ്പാടുകളുടെ അർത്ഥം? നീ എങ്ങനെ മരിച്ചു? എന്താ സത്യത്തിൽ സംഭവിച്ചത്? എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവൻ്റെ മുഖത്ത് ദയനീയ ഭാവമായിരുന്നു അപ്പോൾ. അറിയില്ല സിദ്ധു, എനിക്കൊന്നും അറിയില്ല. എനിക്കെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഞാൻ മരിച്ചത് അതും എനിക്കറിയില്ല. ഒന്നു മാത്രമേ എനിക്കറിയൂ, ഞാൻ മരിച്ചതല്ല. എന്നെ കൊന്നതാണ് ആരൊക്കെയോ ചേർന്ന്. എൻ്റെ ശരീരത്തെ പിച്ചി ചീന്തിയവരുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല സിദ്ധു. എനിക്കറിയില്ല അവരാരാണെന്ന്. ആകെ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഈ മുറിവുകൾ മാത്രമാണ്. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ രക്തത്തിൻ്റെ നിറമായിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ സിദ്ധു അവന്തികയുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. നീ ഇതെന്തൊക്കെയാ അവന്തിക ഈ പറയുന്നത്? നീ അറിയാതെ എങ്ങനെ നിൻ്റെ മരണം സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് സിദ്ധു. എനിക്കറിയില്ല ആരാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്ന്. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് വന്ന് എന്നെ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. പതിയെ എൻ്റെ ബോധം നഷ്ടപ്പെടുമ്പോൾ ആരൊക്കെയോ ചേർന്ന് എന്നെ ആ വാഹനത്തിനുള്ളിലേക്ക് എടുത്തു കയറ്റുന്നത് അവ്യക്തമായി ഞാൻ കണ്ടു. പിന്നീട് എനിക്ക് ഓർമ്മയുള്ളത് മുഴുവൻ ശരീരം കുത്തിത്തുളയ്ക്കുന്ന തരത്തിലുള്ള വേദനകളായിരുന്നു. കൊന്നതാ സിദ്ധു എന്നെ. ആരൊക്കെയോ ചേർന്ന് എൻ്റെ വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്ത് അവരെന്നെ പിച്ചി ചീന്തി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എനിക്കറിയണം സിദ്ധു അവർ ആരാണെന്ന്. എൻ്റെ ജീവൻ കവർന്നെടുത്തത് ആരായാലും എനിക്ക് പകരം വീട്ടണം. ഇനിയൊരു പെൺകുട്ടിയും അവരുടെ ഇരയാകരുത് സിദ്ധു. കൊല്ലണം അവരെ. വേദന അനുഭവിച്ചുള്ള മരണം, അതാണ് അവർക്കുള്ള ശിക്ഷ. ജനൽപ്പാളികളിലൂടെ തട്ടി ഒഴുകി വന്ന കാറ്റിനൊപ്പം അകലെ എവിടെയോ ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടുന്ന ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അവരാരാണെന്ന് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം സിദ്ധു. നിനക്ക് മാത്രമേ ഇന്ന് ഈ ഭൂമിയിൽ എന്നെ സഹായിക്കാൻ കഴിയൂ. അവളുടെ കണ്ണിൽ നിന്നും രക്തത്തുള്ളികൾ നിലത്തേക്ക് ഇറ്റു വീണു. പറയൂ സിദ്ധു, നീ എന്നെ സഹായിക്കില്ലേ? അവൾ പ്രതീക്ഷയോടെ സിദ്ധുവിനെ നോക്കി. അവൻ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവളുടെ കണ്ണുകൾ വിടരുന്നത് അവൻ ശ്രദ്ധിച്ചു.
അതിൽ സന്തോഷമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സന്തോഷം ഇല്ലാതാകുന്നതും അവൻ കണ്ടു. അവളുടെ മുഖത്ത് വീണ്ടും സങ്കടം നിറയാൻ തുടങ്ങി. അവൻ എന്താ എന്ന അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. സിദ്ധു, ഞാനിപ്പോൾ നിന്നെ ഇവിടെ എത്തിച്ചത് മറ്റൊരു കാര്യം പറയാൻ കൂടി വേണ്ടിയാണ്. നിന്റെ ജീവൻ വലിയൊരു അപകടത്തിലാണ്. ഏത് നിമിഷവും നിങ്ങളിൽ ആർക്കും ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എപ്പോഴും നിങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവന്തികയുടെ വാക്കുകൾ സിദ്ധുവിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിലാകാത്ത പോലെ അവളെ നോക്കി. എന്താ അവന്തിക നീ പറയുന്നത്? ആരെ എൻ്റെ ജീവൻ ആഗ്രഹിക്കുന്നത്? എന്തിനാ എന്നെ? അവൻ്റെ വാക്കുകൾ വിറച്ചു. അവളാണ് നിന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്നത്. സുഭദ്ര, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. സുഭദ്ര? ആ പേര് കേട്ട് സിദ്ധു ഒരു നിമിഷം ഞെട്ടി. പെട്ടെന്ന് പുറത്ത് കാലങ്കോഴി ഉച്ചത്തിൽ കൂകി. വലിയ ശബ്ദത്തോടെ അവർ നിന്നിരുന്ന മുറിയിൽ വാതിൽ തുറക്കപ്പെട്ടു. ശക്തമായ കാറ്റിൽ ജനൽപ്പാളികൾ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. വവ്വാലുകളുടെ ചിറകടി ശബ്ദം അവിടെ ആകമാനം മുഴങ്ങിക്കേട്ടു. ആ മുറിയിൽ മുഴുവനും പലതരത്തിലുള്ള നിഴലുകൾ ഓടുന്നത് പോലെ അവന് തോന്നി. ആ മുറിക്കുള്ളം വെളുത്ത പുകയാൽ മൂടപ്പെട്ടു. അവന്തിക നിസ്സഹായയായി നോക്കി നിൽക്കെ മുഖം മുഴുവൻ രക്തമൊഴുകുന്ന രൂപവുമായി സുഭദ്ര ആ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. സുഭദ്രയുടെ ഭീകരരൂപം സിദ്ധുവിനെ വല്ലാതെ ഭയപ്പെടുത്തി. അവന്തിക തൻ്റെ ഒപ്പമുള്ളത് മാത്രമായിരുന്നു അവൻ്റെ ആകെയുള്ള ധൈര്യം. അവൻ ഒന്നുകൂടി സുഭദ്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് തന്നെ ഭയം കൊണ്ട് അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും അവൻ്റെ കണ്ണിൽ നിന്നും ആ മുഖം മായുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണിൽ വീണ്ടും വീണ്ടും ആ രൂപം വന്നു നിറഞ്ഞുകൊണ്ടിരുന്നു. മുഖം മുഴുവൻ രക്തക്കറ ഒഴുകിയിറങ്ങിയ പാടുകൾ, നീണ്ട കൂർത്ത പല്ലുകൾ, മരണദൂത് വിളിച്ചോതുന്ന കണ്ണുകൾ. അവൾ ദേഷ്യത്തോടെ സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ട് സുഭദ്ര അവനെ നേർക്ക് ചുവടുകൾ വച്ചു. അവൻ അവന്തികയ്ക്കടുത്തേക്ക് നീങ്ങി. എന്നാൽ അവൾ അവൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് അവന്തിക സുഭദ്രയ്ക്ക് തടസ്സമായി സിദ്ധുവിൻ്റെ മുമ്പിലേക്ക് കയറി നിന്നു. സുഭദ്രയുടെ കണ്ണുകളിൽ കോപത്തിൻ്റെ അഗ്നി എരിഞ്ഞു കത്തി. നിനക്ക് ഇത്രക്ക് ധൈര്യമോ? എൻ്റെ വഴി തടയാൻ മാത്രം നിനക്ക് ശക്തിയുണ്ടോ? സുഭദ്ര അവന്തികയ്ക്ക് നേരെ അലറി. നീ കരുതുന്നത് പോലെ നിനക്കിവനെ എന്നിൽ നിന്നും സംരക്ഷിക്കാനാകില്ല. വരുന്ന നാഗപൗർണമി ദിവസം ഇവനെ ഞാൻ കൊണ്ടുപോകും. അന്ന് നോക്കി നിൽക്കാൻ മാത്രമേ നിനക്ക് കഴിയൂ അവന്തിക. സുഭദ്രയുടെ കോപത്തിന് മുന്നിൽ അവന്തിക ചെറുതായി ചിരിച്ചു. ഇല്ല സുഭദ്ര, ഇനി വേറെ ആരുടെയും ജീവൻ എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള വഴി എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതെന്നെ കൊണ്ട് നീ ചെയ്യിക്കരുത്. അവന്തികയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ സുഭദ്ര ഒന്ന് പതറുന്നത് സിദ്ധു ശ്രദ്ധിച്ചു. സുഭദ്രയുടെ കണ്ണുകൾ വീണ്ടും ദേഷ്യത്തിൽ ചുവന്നു. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട അവന്തിക. ഇതിന് നീ അനുഭവിക്കും. സുഭദ്രയാണിത് പറയുന്നത്. നിന്റെ ആത്മാവിനെ ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും. നിന്റെ കൊലയാളികൾ ആരാണെന്ന് അറിയാനോ അവരോട് പ്രതികാരം ചെയ്യാനോ കഴിയാതെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കും. സുഭദ്രയുടെ ദേഷ്യം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ അവന്തികയുടെ മുഖം അപ്പോഴും ശാന്തമായിരുന്നു. അവന്തികയുടെ മുഖത്ത് തെളിയുന്ന ശാന്തത സുഭദ്രയുടെ ദേഷ്യത്തെ വീണ്ടും കൂട്ടി. നിന്റെ മുഖത്ത് തെളിയുന്ന ഈ പുഞ്ചിരി ഈ വരുന്ന നാഗപൗർണമിയോടെ അവസാനിക്കും. അതിനുശേഷം നിനക്ക് ഇവിടെയുള്ളവരെ എന്നല്ല, നിന്നെ പോലും രക്ഷിക്കാൻ കഴിയില്ല. ദേഷ്യത്തോടെ അത് പറഞ്ഞ് സിദ്ധുവും അവന്തികയും നോക്കി നിൽക്കെ സുഭദ്ര പുകയായി അന്തരീക്ഷത്തോടൊപ്പം അലിഞ്ഞു തീർന്നു. എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ പോലും വിശ്വസിക്കാൻ കഴിയാതെ സിദ്ധു പകച്ചു നിന്നു. എന്താണ് അവന്തിക പറഞ്ഞതിൻ്റെ അർത്ഥം? ഇനി ഒരാളെ പോലും കൊല്ലാൻ അനുവദിക്കില്ല എന്ന്. അവൾ അങ്ങനെ പറയണമെങ്കിൽ ആരും ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടു എന്നല്ലേ അർത്ഥം? സിദ്ധുവിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഒരു ഉത്തരത്തിനായി അവൻ അവന്തികയെ നോക്കി. എന്നാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് അവന്തിക അതിനോടകം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ തിരികെ മുറിയിലേക്ക് നടന്നു. തിരികെ മുറിയിലേക്ക് പോകുമ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എത്ര വെള്ളം കുടിച്ചിട്ടും അവൻ്റെ ഉള്ളിലെ ദാഹം അവസാനിച്ചിരുന്നില്ല. തിരികെ മുറിയിലേക്ക് നടക്കുന്ന അവൻ്റെ പുറകെ നിഴൽ പോലൊരു കറുത്ത രൂപം കൂടി ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും തൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നി സിദ്ധു ഒന്ന് നിന്നു. അതിനോടകം ആ രൂപം അവൻ്റെ തൊട്ടു പിന്നിലെത്തിയിരുന്നു. എന്നാൽ ഞെട്ടിത്തിരിഞ്ഞ സിദ്ധുവിന് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. വെളുത്തൊരു ചെറിയ പുകച്ചുരുൾ മാത്രമേ അവൻ കണ്ടുള്ളൂ. അതും അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതെയായി. തോന്നിയതാകാമെന്ന് കരുതി സിദ്ധു വീണ്ടും മുന്നോട്ട് നടന്നു. മറഞ്ഞു നിന്ന് അവനെ നോക്കിയിരുന്ന സുഭദ്ര ക്രൂരമായി ഒന്ന് ചിരിച്ചു. മുറിയിലെത്തിയിട്ടും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇതേ സമയം മുറിയിൽ സുഖമായി ഉറങ്ങുകയായിരുന്ന അനുവിൻ്റെ അടുത്തായി മുഖം മുഴുവൻ രക്തക്കറയുള്ള രൂപം വന്നു നിന്നു. പതിയായ രൂപം അനുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. മരച്ചില്ലയിലിരുന്ന കാലങ്കോഴി മരണദൂത അറിയിച്ചുകൊണ്ട് നീട്ടിക്കൂകി. പുറത്ത് നായ്ക്കൾ ഉച്ചത്തിൽ ഊരിയിട്ടു. പെട്ടെന്നെന്തോ ഉൾവിളി എന്നോണം അനു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അടുത്ത നിമിഷം അവൾക്കടുത്തേക്ക് വന്ന ആ രൂപം നിഴലായി മാഞ്ഞു. ജനൽ വഴി പുറത്തേക്ക് നോക്കിയാനു ഒരു നിമിഷം ഞെട്ടി. വെളുത്തൊരു സ്ത്രീരൂപം തന്നെ നോക്കി നിൽക്കുന്നു. ആ രൂപത്തിൻ്റെ മുഖം മുഴുവനും രക്തക്കറയായിരുന്നു. പതിയാ രൂപം അന്തരീക്ഷത്തിലൂടെ അവൾക്കരികിലേക്ക് ഒഴുകിയെടുത്തു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അനു പകച്ചിരുന്നു. ആ രൂപം അവൾക്കടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു.
ഒന്നും ചെയ്യാൻ കഴിയാതെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഒന്നും സംഭവിക്കാത്തതിനാൽ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി അവൾ ആരെയും കാണാൻ കഴിഞ്ഞില്ല. താൻ സ്വപ്നം കാണുകയാണോ? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ഇല്ല, താൻ ശരിക്കും കണ്ടതാ രൂപം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ജനലിനടുത്തേക്ക് നോക്കി. പുറത്തു മിന്നിയ മിന്നൽ പിണറിൻ്റെ പ്രകാശത്തിൽ അവൾ കണ്ടു കർട്ടൻ മറവിലായി 2 വെളുത്ത കാലുകൾ. അവളുടെ ഉള്ളം ഭയം കൊണ്ട് വിറച്ചു. പതിയെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കാലുകൾ ആ ജനലിനടുത്തേക്ക് ചലിച്ചു. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. ജനലിനടുത്തായി അവൾ കർട്ടൻ മാറ്റാനായി കൈകൾ ഉയർത്തി. ഒറ്റ നിമിഷം കൊണ്ട് അവൾ ആ കർട്ടൻ വലിച്ചു നീക്കി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ ഹൃദയം പെരുമ്പറ പോലെ മുഴങ്ങാൻ തുടങ്ങി. താൻ കണ്ടതാണല്ലോ, ഇവിടെ ആരും ഉണ്ടായിരുന്നു. ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ പുലമ്പി. പെട്ടെന്ന് അവളുടെ ചുമലിൽ പുറകിൽ നിന്നൊരു കൈ വന്ന് പിടിച്ചു. ഞെട്ടിത്തിരിഞ്ഞ അവളുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. മുഖം മുഴുവൻ രക്തമൊലിപ്പിച്ചൊരു കറുത്ത രൂപം. ഒരു നിലവിളിയോടെ അനു മുന്നിലേക്ക് മറിഞ്ഞു വീണു. ബോധത്തിൻ്റെ അവസാന കണിക മറയുമ്പോഴും പാതി അടഞ്ഞ കണ്ണുകളിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന ആ രൂപത്തെ അവൾ കാണുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൻ്റെ ആലസ്യത്തിലായിരുന്ന ഭദ്ര ഒരു നിലവിളി ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. അവൾ ചുവരിൽ തൂങ്ങുന്ന ക്ലോക്കിലേക്ക് നോക്കി. സമയം 2 മണിയോടടുക്കുന്നു. ഈ സമയത്ത് ആരാണ് നിലവിളിക്കുന്നത്? അവൾ പുതപ്പ് മാറ്റി കട്ടിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അവൾ ജനലിനടുത്തേക്ക് നടന്നു. ജനലിലൂടെ അവൾ ബംഗ്ലാവിലേക്ക് നോക്കി. അനുവിൻ്റെ മുറിയിൽ മാത്രം വെളിച്ചം കത്തിക്കിടക്കുന്നു. ഈ കുട്ടി എന്താ ഈ സമയത്ത് ലൈറ്റ് തെളിയിച്ചിരിക്കുന്നത്? അവളാണോ ഇനി നിലവിളിച്ചത്? എന്താകും അവൾക്ക് സംഭവിച്ചത്? ഭദ്രയുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി. ഇനി സുഭദ്രയെങ്ങാനും? ഭീതിയോടെ ഭദ്ര വാതിലിനടുത്തേക്ക് ചുവടുകൾ വച്ചു. വാതിൽ തുറന്നവൾ പുറത്തേക്കിറങ്ങി. ബംഗ്ലാവ് ലക്ഷ്യമാക്കി അവൾ നടന്നു. ഇതേ സമയം അകലെ നിന്ന് മറ്റൊരാളുടെ വരവിനെ എതിരേൽക്കാൻ ആ ബംഗ്ലാവ് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചൊരു യുവാവ് ആ ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന രുദ്രാക്ഷമാലയ്ക്ക് വല്ലാത്ത ചൈതന്യമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി. അവൻ്റെ വരവറിഞ്ഞോണം ആകാശത്ത് പക്ഷികൾ കൂട്ടത്തോടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. കാടും മലയും താണ്ടി അവൻ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി തൻ്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചു. ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്ന ഭദ്ര ഒരു നിമിഷം ഒന്ന് നിന്നു. പിന്നിൽ ആരോ ഉണ്ട്. ഒരു നിമിഷം അവൾ ഞെട്ടിത്തിരിഞ്ഞു. അടുത്ത നിമിഷം ഒരു കരിമ്പൂച്ച അവളുടെ പുറകിലേക്ക് ഓടിമറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ഞെട്ടിയെങ്കിലും അവളുടെ മനസ്സ് ശാന്തമായി. ചെടികൾക്കിടയിലേക്ക് ഓടിമറഞ്ഞ ആ കരിമ്പൂച്ചയ്ക്ക് അപ്പോൾ സുഭദ്രയുടെ രൂപമായി മാറിയിരുന്നു. മറഞ്ഞിരുന്നവൾ ഭദ്രയുടെ ചുവടുകൾ ശ്രദ്ധിച്ചു. ഭദ്രയുടെ ഉള്ളിൽ ഭയം വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാലും മനുവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ഭയം അവളെ മുന്നോട്ട് നയിച്ചു. അവൾ വീണ്ടും മുന്നോട്ട് ചുവടുകൾ വച്ചു. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ആ യുവാവ് ഏകദേശം ബംഗ്ലാവിനടുത്തെത്തിയിരുന്നു. അയാളുടെ കണ്ണുകൾ ആ ബംഗ്ലാവിന് നേരെ പതിഞ്ഞു. പെട്ടെന്ന് ആ കണ്ണുകളിൽ തെളിഞ്ഞ പ്രകാശത്തിൻ്റെ തീവ്രത ഏറാൻ തുടങ്ങി. ആ വെളിച്ചം അവിടമാകെ പ്രകാശിച്ചു. ചെടികൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന അവന്തിക ഒരു പുകയായി അവിടെ നിന്ന് മറഞ്ഞു. മുന്നോട്ട് ചുവടുകൾ വെച്ച ഭദ്ര ഒരു നിമിഷം നിന്നു. കുറച്ചകലെയായി ഒരു സ്ത്രീരൂപം നടന്നു നീങ്ങുന്നു. അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ സ്ത്രീരൂപത്തിന് അനുവിൻ്റെ മുഖമായിരുന്നു. അനു, അനു! ഭദ്ര ഉറക്കെ വിളിച്ചു. എന്നാൽ ഭദ്രയുടെ ശബ്ദം കേട്ടില്ല എന്ന മട്ടിൽ ആ രൂപം മുന്നോട്ടേക്ക് തന്നെ നടന്നു. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയത്? ഈ രാത്രിയിൽ ഇവൾ ഇവിടെ എന്ത് ചെയ്യുക? ഭദ്രയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ അലയടിച്ചു. അവൾ ആ രൂപത്തെ ലക്ഷ്യമാക്കി തൻ്റെ ചുവടുകൾ മുന്നോട്ട് വച്ചു. ഓരോ ചുവടിലും അവൾ അനു എന്ന് നീട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒന്നും കേട്ടതായി പോലും ഭാവിക്കാതെ ആ സ്ത്രീരൂപം മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഭദ്രയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവൾ ഒന്നുകൂടി അനുവിൻ്റെ മുറിയിലേക്ക് നോക്കി. അവിടെ അപ്പോഴും ലൈറ്റിൻ്റെ വെട്ടം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അത് ഭദ്രയുടെ ഉള്ളിലെ പേടിയെ കുറച്ചില്ലാതെയാക്കി. എന്നാൽ അടുത്ത നിമിഷം മുന്നിലേക്ക് നോക്കിയ ഭദ്രയുടെ ഉള്ളിൽ ഭയം കോരിയിട്ടുകൊണ്ട് ആ സ്ത്രീരൂപം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ആ യുവാവ് ബംഗ്ലാവിൻ്റെ ഗേറ്റിന് മുന്നിലായി വന്നു നിന്നു. അയാൾക്ക് മുന്നിൽ ആ കവാടം തനിയെ തുറക്കപ്പെട്ടു. അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മരങ്ങളിൽ തൂങ്ങിയാടിയിരുന്ന വവ്വാൽക്കൂട്ടം വലിയ ശബ്ദത്തോടെ ചിറകടിച്ചു പറന്നു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഭദ്രയുടെ തൊട്ടുപിറകിലായി കറുത്തൊരു നിഴൽ രൂപം ഉയർന്നു വന്നു. പെട്ടെന്ന് എവിടെ നിന്നോ കാലങ്കോഴി ഉച്ചത്തിൽ കൂകി. ചെന്നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിട്ടു. അപകടം മണത്തറിഞ്ഞ ആ യുവാവിൻ്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. അയാൾ ധൃതിയിൽ മുന്നോട്ട് ചുവടുകൾ വച്ചു. ഭദ്ര മുന്നിലേക്ക് നോക്കി. താനിപ്പോൾ നിൽക്കുന്നത് ബംഗ്ലാവിൻ്റെ ഒരു വശത്തുള്ള സർപ്പക്കാവിനടുത്താണെന്ന സത്യം അവൾ മനസ്സിലാക്കി. അടുത്തെവിടെയോ സർപ്പങ്ങൾ ചീറ്റുന്ന ശബ്ദം അവളുടെ കാതുകളിൽ കേട്ടു. നിലത്തുകൂടെ ഇഴയുന്ന സ്വർണ്ണ നിറമുള്ള നാഗത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ഒരു നിമിഷം ഭദ്ര ഒന്ന് ഞെട്ടി. അവളുടെ കാലുകൾ ഞെട്ടലിൽ പുറകിലേക്ക് ചലിച്ചു. തൊട്ടുപുറകിലായി നിൽക്കുന്ന രക്തമൊഴുകുന്ന ആ കറുത്ത രൂപത്തിൽ അവളുടെ ശരീരം മുട്ടി നിന്നു. ഞെട്ടലോടെ അവൾ പുറകിലേക്ക് തിരിഞ്ഞു. സുഭദ്ര! അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളുടെ തൊണ്ട വരണ്ടു. ശബ്ദം പുറത്തേക്ക് വരാതെ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ നിന്ന്
അവൾക്കടുത്തേക്ക് പുറത്തേക്കുന്തിയ രക്തം പതിഞ്ഞ നീണ്ട പല്ലുകളുമായി സുഭദ്ര ചുവടുകൾ വച്ചു. ഭദ്രയുടെ ശരീരത്തിലേക്ക് സുഭദ്രയുടെ കൈകൾ നീണ്ടു. ഭയം കൊണ്ട് ഭദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു കൈ ഭദ്രയെ പുറകിലേക്ക് വലിച്ചു മാറ്റി. നീണ്ടുവന്ന സുഭദ്രയുടെ കൈകൾ ഭദ്രയ്ക്ക് പുറകിലായി നിന്നിരുന്ന ആ യുവാവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു. പെട്ടെന്ന് ഷോക്കടിച്ച പോലെ സുഭദ്ര ദൂരേക്ക് തെറിച്ചു വീണു. സുഭദ്രയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി മാറി. സുഭദ്ര കോപം കൊണ്ട് അലറി. സുഭദ്രയുടെ അലർച്ച കേട്ട് കണ്ണുകൾ തുറന്ന ഭദ്ര കണ്ടത് ദൂരെ വീണ് കിടക്കുന്ന സുഭദ്രയാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഭദ്ര പുറകിലേക്ക് നോക്കി. അപ്പോഴാണ് തനിക്ക് അരികിലായി നിൽക്കുന്ന ആ യുവാവിനെ അവൾ കണ്ടത്. രുദ്രൻ. ഭദ്രയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. രുദ്രേട്ടൻ എങ്ങനെ ഇവിടെ? താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയെ കണ്ട പോലെ അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. വരേണ്ടി വന്നു ഭദ്ര. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ വരാതിരിക്കാനായില്ല. അവൻ്റെ വാക്കുകൾ ഭദ്ര അത്ഭുതത്തോടെ കേട്ടുനിന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു. തങ്ങളെ രക്ഷിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്നുള്ള ധൈര്യം അവളിൽ നിറഞ്ഞു നിന്നു. രുദ്രേട്ടൻ വീട്ടിൽ പോയില്ലേ? അച്ഛനെ കണ്ടിട്ടാണ് വരുന്നത്. സ്വാമിജിയുടെ മകനായ അവനോട് സ്വാമിജിയാകും എല്ലാം പറഞ്ഞതെന്നാണ് ഭദ്ര കരുതിയത്. ഇല്ല, ഞാൻ വീട്ടിൽ പോയിട്ടില്ല. വരുന്ന വഴിയാണ്. ഇവിടെ എത്തുക എന്ന ലക്ഷ്യമായാണ് വന്നത്. ഇവളെ കാണാൻ. സുഭദ്ര കിടന്നിടത്തേക്ക് അവൻ നോക്കി. അവനോടൊപ്പം അവിടേക്ക് നോക്കിയ ഭദ്ര ഞെട്ടി. സുഭദ്രയെ അവിടെ കാണാനില്ല. എന്നാൽ രുദ്രൻ്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. അവൾ രക്ഷപ്പെട്ടു അല്ലേ? അവൾക്കറിയാം അവൾക്കിപ്പോൾ എൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. എന്നാൽ എവിടെ ഓടി ഒളിച്ചാലും അവൾക്കെൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രുദ്രൻ്റെ വാക്കുകൾ ഭദ്രയിലും ധൈര്യം നിറച്ചു. അവളുടെ ഭയം മുഴുവനും മാറിയിരുന്നു. ഭദ്ര, അവൻ വിളിച്ചു. ഭദ്ര എന്താ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. ഇനി മുതൽ രാത്രി പുറത്തേക്ക് ഇറങ്ങരുത്. പല രൂപത്തിലും ഭാവത്തിലും അവൾ വരും. നിന്റെ ജീവനാണ് അവൾക്ക് വേണ്ടത്. നീയാണ് സിദ്ധുവിനെ സ്വന്തമാക്കാൻ അവൾക്ക് മുന്നിലുള്ള തടസ്സം. അവൾ ഇതിനോടകം തന്നെ ഈ വീട്ടിലുള്ള ആരുടെയോ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭദ്ര അത്ഭുതത്തോടെ അവനെ നോക്കി. അതേ ഭദ്ര, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാളുടെ രൂപത്തിലുള്ളത് സുഭദ്രയാണ്. അതിനർത്ഥം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതിനു മുമ്പ് തന്നെ അവളുടെ ക്രൂരതയ്ക്ക് ഇരയായി ജീവൻ വെടിഞ്ഞിട്ടുണ്ടെന്നാണ്. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ഭദ്ര തരിച്ചു നിന്നുപോയി. ആരാ രുദ്രേട്ട അത്? ആരുടെ രൂപത്തിലാണ് സുഭദ്ര? വാക്കുകൾ മുഴുവിപ്പിക്കാനാകാതെ അവളുടെ ശബ്ദം ഇടറി. അറിയില്ല ഭദ്ര, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുവരെ ഞാൻ നിന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ വീട്ടിൽ മറ്റാരും അറിയാൻ ഇടവരരുത്. അവൻ്റെ വാക്കുകൾക്ക് നിറഞ്ഞ കണ്ണുകളോടെ ഭദ്ര തലയാട്ടി സമ്മതം അറിയിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിഖിലിൻ്റെ രൂപത്തിൽ നിന്നിരുന്ന സുഭദ്രയുടെ കണ്ണുകളിൽ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. എന്നാൽ ഭദ്ര പോയി കിടന്നോളൂ, രുദ്രൻ അവൾക്ക് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഏട്ടനോ? ഞാനിന്ന് ഉറങ്ങുന്നില്ല ഭദ്ര. ഈ രാത്രി എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാകും. ഭദ്ര പോയിക്കോളൂ. അവൾ നടന്നകലുന്നത് രുദ്രൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എന്നാൽ വീട്ടിൽ രുദ്രനെ കാത്തിരുന്നത് അവൻ്റെ അച്ഛൻ്റെ രക്തം ഊറ്റിക്കുടിച്ച നിലയിലുള്ള ശരീരമായിരുന്നു. അവനെ കാത്ത് മറ്റൊരു അതിഥി കൂടി അവിടെ ഉണ്ടായിരുന്നു. രക്തം കിനിയുന്ന പല്ലുകളുമായി അവനെ കാത്തിരുന്ന സുഭദ്ര. വീട്ടിലേക്കുള്ള ഓരോ ചുവടിലും രുദ്രൻ്റെ ഹൃദയം വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു. എന്തോ അനർത്ഥം സംഭവിക്കുന്നുവെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലേക്കുള്ള ചുവടുകൾ വേഗത്തിലാക്കി. ഭദ്ര തൻ്റെ മുറിയിലെത്തിയിട്ടും അവളുടെ ഉള്ളിലെ ഭയം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ പ്രതികാരദായിയായ സുഭദ്രയുടെ മുഖം നിറഞ്ഞു നിന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയ രുദ്രൻ കണ്ടത് വാതിൽ തുറന്നു കിടക്കുന്നതായിരുന്നു. അതുകൂടി കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. അവൻ വീടിനുള്ളിലേക്ക് ഓടിക്കയറി. അവൻ അവിടെ കണ്ടത് അനക്കമില്ലാതെ കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ ശരീരമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിന് പിന്നിൽ സുഭദ്രയുടെ ആത്മാവാണെന്ന് അച്ഛൻ്റെ ശരീരത്തിൽ കണ്ട മുറിവിൽ നിന്ന് തന്നെ അവൻ മനസ്സിലാക്കി. അവൻ്റെ ഉള്ളിൽ കോപം നിറഞ്ഞു. സുഭദ്ര! അവൻ ഉറക്കെ അലറി. ഇതെല്ലാം കണ്ടുകൊണ്ട് മറഞ്ഞു നിന്നിരുന്ന സുഭദ്രയുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു. എന്നാൽ ആ പ്രവൃത്തിയിലൂടെ രുദ്രൻ്റെ ഉള്ളിൽ താൻ കോരിയിട്ടെത്തി തൻ്റെ നാശത്തിലേക്ക് തുടക്കമാണെന്ന് അവൾ അറിയില്ലായിരുന്നു. അവൻ്റെ ഉള്ളിൽ എരിയുന്ന കോപത്തിന് സുഭദ്രയുടെ ആത്മാവിന് മുഴുവനായി നശിപ്പിക്കാൻ മാത്രം കഴിവുണ്ടായിരുന്നു. സുഭദ്ര! അവൻ ഉറക്കെ അലറി. എവിടെ നീ? മറഞ്ഞിരിക്കാതെ പുറത്തു വാ. നിന്റെ എല്ലാ പ്രവൃത്തികൾക്കുമുള്ള പ്രതിഫലം ഇന്ന് നിനക്ക് കിട്ടും. നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. പെട്ടെന്ന് അന്തരീക്ഷം രൂപം മാറാൻ തുടങ്ങി. ശാന്തമായിരുന്ന പ്രകൃതി അസാധാരണമായ രീതിയിൽ ഇളകി മറഞ്ഞു. മുഖം മുഴുവനും രക്തക്കറയുമായി സുഭദ്ര അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മുഖത്ത് തെളിഞ്ഞിരുന്ന സങ്കടം അവളുടെ മുഖത്ത് കൂടുതൽ പ്രകാശിതമാക്കി. സുഭദ്രയെ കണ്ടതും രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. നീ എൻ്റെ അച്ഛനെ? അവൻ അവൾക്ക് നേരെ അലറി. എന്നാൽ അവളുടെ മുഖത്ത് അപ്പോഴും പുച്ഛമായിരുന്നു. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല രുദ്ര. നിന്റെ ശക്തികൾ എൻ്റെ മുമ്പിൽ ഒന്നുമല്ല.
എന്നോട് ഇനിയും കളിച്ചാൽ നിന്റെയും ജീവൻ ഞാൻ എടുക്കും. അവൾ അവനെ നോക്കി ആർത്തട്ടഹസിച്ചു. എന്നാൽ അവളുടെ മുഖത്തെ സന്തോഷമില്ലാതാക്കാൻ അവൻ ഒരു നിമിഷം മതിയായിരുന്നു. അവൻ തൻ്റെ കീശയിൽ നിന്നും സ്ഫടിക നിർമ്മിതമായ ഒരു മാല പുറത്തെടുത്തു. ആ മാല കണ്ടതും അവളുടെ മുഖത്തെ സന്തോഷം മായാൻ തുടങ്ങി. അവൻ തൻ്റെ കയ്യിൽ കത്തികൊണ്ട് ചെറിയൊരു മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്ന് വന്ന രക്തം അവൻ ആ മാലയിലേക്ക് പകർന്നു. അവൻ്റെ രക്തം അതിൽ പതിച്ചതും ആ മുത്തുകൾ തിളങ്ങാൻ തുടങ്ങി. സുഭദ്രയുടെ മുഖം ഭയത്താൽ വിവരണമായി. വേണ്ട, ചെയ്യരുത്. അവൾ അവന് മുന്നിൽ നിസ്സഹായയായി കേണു. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. വേണ്ടെങ്കിൽ പറയേ, എന്തിനാണ് നിന്റെ ഈ ജീവൻ കൊണ്ടുള്ള കളി? സിദ്ധുവിന് വേണ്ടി എന്നുള്ള നിന്റെ പല്ലവി എന്നോട് വേണ്ട. നിന്റെ ദേഷ്യത്തിൻ്റെ കാരണം പ്രതികാരം ഒന്നു മാത്രമാണ്, അതെനിക്കറിയാം. പറയേ, സത്യം പറയാതെ നിനക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും ഓടാൻ കഴിയില്ല. അവൾ അവന് മുമ്പിലായി നിസ്സഹായയായി നിന്നു. സത്യങ്ങൾ തുറന്നു പറയാതെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവന് മുമ്പിൽ അവൾ കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞ നിമിഷം രുദ്രൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ആ 4 പേർ? അവൻ്റെ മുഖം വിവരണമായി. അതെ, അവരെയും ഞാൻ കൊണ്ടുപോകും, ആരെയും വിടില്ല. പെട്ടെന്ന് അവൻ്റെ കയ്യിലിരുന്ന ആ മാല പൊട്ടിച്ചിതറി. അവൻ നിസ്സഹായനായി നോക്കി നിൽക്കെ സുഭദ്ര കാറ്റായി മറഞ്ഞു. ശക്തിയോടെ ഇടിക്കുന്ന ഹൃദയമിടിപ്പുകളിൽ നിന്ന് അവനൊരു സത്യം മനസ്സിലായി. ഈ സത്യങ്ങൾ അവളെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചതല്ല. അവളിത് എന്നോട് പറയാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു അവളുടെ കീഴടങ്ങൽ. താൻ കരുതിയതിനേക്കാൾ ഒത്തിരി ശക്തിശാലിയാണ് അവൾ. അവൾക്ക് മുന്നിൽ തൻ്റെ മന്ത്രങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കിയുള്ള ആ 4 പേരെയെങ്കിലും രക്ഷിക്കണമെങ്കിൽ താൻ ഇനിയും ശക്തി സംഭരിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് ശക്തി. ഇതേ സമയം ബംഗ്ലാവിൽ ഉറക്കത്തിലായിരുന്ന അനുവിൻ്റെ മുറിയുടെ ഉള്ളിൽ കറുത്തൊരു നിഴൽ രൂപം വന്നു നിന്നു. ആ കറുത്ത രൂപം അനുവിനെ ലക്ഷ്യമാക്കി നീങ്ങി. ആ രൂപത്തിന് കൂർത്ത വെളിയിലേക്ക് ഉന്തിയ പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. പതിയെ കറുത്ത നിഴലിൽ നിന്ന് ആ രൂപം സുഭദ്രയായി മാറപ്പെട്ടു. അനുവിൻ്റെ ചുടുചോരയുടെ മണം സുഭദ്രയുടെ നാസികയിലേക്ക് അടിച്ചു കയറി. രക്തത്തിൻ്റെ മണം അവളെ കൂടുതൽ ക്രൂരയാക്കി. എത്രയും പെട്ടെന്ന് ഈ വിവരം എല്ലാവരെയും അറിയിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും ഇനിയും മരണങ്ങൾ സംഭവിക്കാം. രുദ്രൻ ബംഗ്ലാവിലേക്ക് ഓടി. സുഭദ്രയുടെ കണ്ണുകൾ രക്തവർണമായി മാറപ്പെട്ടു. അവളുടെ കൂർത്ത ദ്രംഷ്ടകൾ അനുവിൻ്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി നീങ്ങി. പതിയെ അനു പോലും അറിയാതെ ആ ദ്രംഷ്ടകൾ അനുവിൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ജീവൻ പോകുന്ന വേളയിൽ അനു കണ്ണു തുറന്നു നോക്കി. തനിക്ക് മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അവളുടെ ചുണ്ടുകൾ എന്തോ പറയാൻ എന്നോണം വിറച്ചു. എന്നാൽ എന്തെങ്കിലും പറയാനാകുന്നതിന് മുമ്പ് അവളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ്റെ അവസാന കണികയും നഷ്ടപ്പെട്ടിരുന്നു. സിദ്ധു, സിദ്ധു! ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ ആരുടെയോ നിലവിളി ശബ്ദം കേട്ടാണ് സിദ്ധുവും കൂട്ടരും കണ്ണു തുറന്നത്. കൂടാതെ ആ നിലവിളി ഭദ്രയെയും രാമേട്ടനെയും കൂടി ഉണർത്തിയിരുന്നു. പുറത്തേക്ക് വന്ന് അവർ കണ്ടത് ഭയന്ന് വിളറി നിൽക്കുന്ന രുദ്രനെയാണ്. അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ ഉണ്ടായത്? രാമേട്ടൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത വണ്ണം രുദ്രൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ രുദ്ര, എന്താ സംഭവിച്ചത്? സിദ്ധു പരിഭ്രമത്തോട് ചോദിച്ചു. സിദ്ധു, എല്ലാം തെറ്റായിരുന്നു സിദ്ധു. നീയും മറ്റുള്ളവരും ഞാൻ പോലും കരുതിയിരുന്നത് എല്ലാം തെറ്റിപ്പോയി. നമ്മൾ കരുതിയതിലും വലുതാണ് ഇവിടെ കാത്തിരിക്കുന്ന ആപത്ത്. അവളാണ് എല്ലാത്തിനും പിറകിൽ. അവളുടെ ബുദ്ധിയിൽ പെട്ടുപോയ നമ്മൾ വെറും മണ്ടന്മാർ. സിദ്ധുവും കൂടെയുള്ളവരും രുദ്രൻ പറയുന്നതൊന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താ രുദ്ര, എന്താ ആപത്ത്? എന്താണെങ്കിലും തെളിച്ചു പറയൂ. സിദ്ധുവിൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ രുദ്രൻ ഒന്ന് പതറി. എന്താണെങ്കിലും പറയൂ രുദ്ര, എന്താണത്? വിറയ്ക്കുന്ന ചുണ്ടുകളോടെ രുദ്രൻ പറഞ്ഞു തുടങ്ങി. നമ്മളെല്ലാം കരുതിയിരുന്നതെല്ലാം തെറ്റായിരുന്നു. അവൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി നമ്മളെല്ലാവരും കരുതുന്ന പോലെ സുഭദ്രയുടെ ആത്മാവല്ല. പിന്നെ ആരാണ്? സിദ്ധു പരിഭ്രമത്തോടെ ചോദിച്ചു. അവന്തിക. ആ പേര് പറയുമ്പോൾ രുദ്രൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും രുദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സത്യമാണ്, വിശ്വസിച്ചേ പറ്റൂ. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഇവിടെ 2 ആത്മാക്കളല്ല. സുഭദ്രയുടെ മരണം യാദൃശ്ചികമായിരുന്നു. അവളുടെ ആത്മാവ് അപ്പോൾ തന്നെ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞു. അവളുടെ രൂപത്തിൽ ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് അവളായിരുന്നു, അവന്തിക. അതെങ്ങനെ? അവൾ നമ്മളെ സംരക്ഷിക്കുകയായിരുന്നില്ലേ? സിദ്ധു സംശയത്തോടെ ചോദിച്ചു. അതാണ് അവളുടെ ബുദ്ധി. നമ്മൾ കരുതുന്നതിലും ഒരുപാട് ശക്തിശാലിയാണ് അവൾ. അവൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. നമ്മളിൽ ആരുടെ രൂപവും അവൾക്ക് സ്വീകരിക്കാൻ കഴിയും. സുഭദ്രയുടെ രൂപത്തിൽ തൻ്റെ പ്രതികാരം പൂർത്തിയാക്കുന്ന അവൾ സ്വന്തം രൂപത്തിൽ സംരക്ഷണത്തിൻ്റെ കവചമാകുന്നു. നമ്മളെല്ലാവരും ഇവിടെ നടക്കുന്ന കാരണങ്ങൾക്ക് സുഭദ്രയാണെന്ന് കരുതുകയും ചെയ്യും. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ഇതാണ് സത്യം, വിശ്വസിച്ചേ പറ്റൂ. തൻ്റെ മരണത്തിന് കാരണക്കാരാരൊക്കെയാണെന്ന് അവന്തികയ്ക്ക് നന്നായി അറിയാം. അതിലൊരാളെ പോലും വെറുതെ വിടാതെ അവൾ നശിപ്പിക്കും. രുദ്രൻ്റെ വാക്കുകൾ എല്ലാവരുടെയും മുഖത്തും ഭയം നിറച്ചു. അവൻ തുടർന്നു.
ഇതിനോടകം അവളുടെ മരണത്തിന് കാരണമായവരിൽ 2 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഒന്നെൻ്റെ അച്ഛൻ, മറ്റൊന്ന് അവൻ്റെ വാക്കുകൾ ഇടറി. ആരാ രുദ്ര രണ്ടാമത്തെ ആൾ? ഭദ്ര പരിഭ്രമത്തോടെ ചോദിച്ചു. നിഖിൽ. അവൻ്റെ മരണം സംഭവിച്ചിട്ട് ഇന്നേക്ക് 5 ദിവസമായിരിക്കുന്നു. രുദ്രൻ്റെ ആ വാക്കുകൾ ഇടുത്തി പോലെയാണ് അവരുടെ ചെവികളിൽ മുഴങ്ങിയത്. ഇല്ല, ഞങ്ങളിത് വിശ്വസിക്കില്ല. അവൻ ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും നിഖിൽ നിന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ നിഖിൽ നിന്നിടം ശൂന്യമായിരുന്നു. തങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണ്, നിങ്ങൾ വിശ്വസിക്കണം. അവൻ മരിച്ചിട്ട് ഇന്നേക്ക് 5 ദിവസമാണ്. അവൻ്റെ രൂപത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് അവളായിരുന്നു, അവന്തിക. തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവൾ അവൻ്റെ ശരീരം സ്വീകരിക്കുകയായിരുന്നു. അവളുടെ മരണത്തിന് കാരണക്കാരായവരിൽ 2 പേര് പോയി. ഇനി ബാക്കിയുള്ള 4 പേർ അവരെയും അവൾ കൊല്ലും. 4 പേർ? ആരാ രുദ്ര 4 പേർ? ഭദ്രയുടെ ആ ചോദ്യത്തിന് രുദ്രൻ അവളുടെ പുറകിൽ നിൽക്കുന്ന സിദ്ധുവിൻ്റെയും കൂട്ടുകാരുടെയും നേർക്കു നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ വിടർന്നു. എവിടെ അനു? അവളെവിടെ? പരിഭ്രമത്തോടെയുള്ള രുദ്രൻ്റെ ആ ചോദ്യം കേട്ടപ്പോഴാണ് അനു തങ്ങളുടെ കൂടെ ഇല്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞത്. പേടിയോടെ എല്ലാവരും അനുവിൻ്റെ മുറിയിലേക്ക് ഓടി. എന്നാൽ അനുവിൻ്റെ മുറിയിലെത്തിയപ്പോൾ അവർ കണ്ടത് അനക്കമില്ലാതെ കിടക്കുന്ന അനുവിൻ്റെ ശരീരമാണ്. അവളുടെ കഴുത്തിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം എല്ലാവർക്കും ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി. എല്ലാവരും ഭയത്തോടെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, അവളാണ് ഇതിൻ്റെ പിന്നിൽ, അവന്തിക. അവളുടെ മരണത്തിന് ഉത്തരവാദിയായവരിൽ 3ാമത്തെ ആളെയും അവൾ കൊന്നിരിക്കുന്നു. ഇനിയുള്ളത് വെറും 3 പേർ മാത്രം. അവരെയെങ്കിലും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. അവളുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള ജോലിയാണ്. എങ്ങനെയും അവളുടെ ആത്മാവിനെ തളയ്ക്കണം. അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. രുദ്രൻ്റെ വാക്കുകൾ മറ്റുള്ളവർ പരിഭ്രമത്തോടെ കേട്ടുനിന്നു. ആരാ ബാക്കിയുള്ള ആ 3 പേർ? എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തിനാണ് അവളുടെ ഈ പ്രതികാരം? എനിക്കറിയണം. എന്തിനാണ് അവൾ എന്നെയും ഭദ്രയെയും കൊല്ലാൻ ശ്രമിക്കുന്നത്? എനിക്കറിഞ്ഞേ പറ്റൂ. സിദ്ധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രുദ്രൻ ഒന്ന് പതറി. എന്നാൽ എല്ലാം അവർ അറിയേണ്ട സമയം അതിക്രമിച്ചു എന്ന് അവന് തോന്നി. അവൻ അവർക്ക് മുന്നിലിരുന്നു. അവന്തിക തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ അവരോട് പറയാൻ തുടങ്ങി. നിങ്ങൾ കരുതുന്നത് പോലെ അവന്തികയ്ക്ക് സിദ്ധുവിനോടോ ഭദ്രയോടോ ഒരു ദേഷ്യവുമില്ല. അവളുടെ മരണത്തിന് ഉത്തരവാദിയായവരെ ശിക്ഷിക്കാൻ വേണ്ടി അവൾ കെട്ടിയൊരു വേഷം മാത്രമായിരുന്നു സുഭദ്രയുടേത്. സിദ്ധുവിനെ സ്വന്തമാക്കാൻ വേണ്ടി സുഭദ്രയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അവൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. അവന്തികയ്ക്ക് സ്വന്തം കൊലയാളികളെ അറിയില്ല എന്നവൾ നിങ്ങളെയെല്ലാം വിശ്വസിപ്പിച്ചു. അവളുടെ കൊലയാളികൾ മുഖംമൂടിക്കുള്ളിൽ സ്വസ്ഥമായി കഴിഞ്ഞു. എന്നാൽ അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റിയത്. സിദ്ധുവിനെ സ്വന്തമാക്കാൻ എന്ന വ്യാജേന അവളുടെ മരണത്തിന് ഉത്തരവാദികളായ ഓരോരുത്തരെയായി സുഭദ്രയുടെ രൂപത്തിൽ അവൾ വകവരുത്തി. ഇനി എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അവന്തികയുടെ കഥയല്ലേ, അതും നിങ്ങളറിയണം. നിങ്ങൾ കരുതുന്നത് പോലെ അനുവിന് സിദ്ധുവിനെ അറിയാവുന്നത് കോളേജിൽ വച്ചല്ല. അനുവിൻ്റെ അച്ഛൻ സിദ്ധുവിൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അനുവിന് സിദ്ധുവിനെ കണ്ട് അവനോട് തോന്നിയൊരു ഇഷ്ടം, അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അവന്തികയും സിദ്ധുവും തമ്മിലുള്ള സൗഹൃദത്തെ അവർ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു. താൻ ആഗ്രഹിച്ചത് എങ്ങനെയും സ്വന്തമാക്കാൻ അവൾ തൻ്റെ അച്ഛൻ്റെയും അവളുടെ കൂട്ടുകാരനായിരുന്ന നിഖിലിൻ്റെയും സഹായം തേടി. അനുവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ സിദ്ധുവിൻ്റെ അച്ഛനും വിശ്വസിച്ചു. പവിത്രമായ അവരുടെ ബന്ധത്തെ അയാളും പ്രണയമെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ കാശുകാരനായ തൻ്റെ മകനിൽ നിന്നും അവളെ അകറ്റാനായി അവർ തിരഞ്ഞെടുത്ത മാർഗം അവളുടെ മരണമായിരുന്നു. സിദ്ധു കൂടെയില്ലാതെ സ്കൂൾ വിട്ട് ഒറ്റയ്ക്ക് വന്ന അവളെ അവർ ബലമായി പിടിച്ചുകൊണ്ടുപോയി. തൻ്റെ മകളുടെ പ്രായം മാത്രമുള്ള അവളെ ആ ദിവസം അവരെല്ലാം ചേർന്ന് പിച്ചു ചീന്തി. ആ മുറിക്ക് കാവലായി പുറത്തു നിന്നത് അനുവായിരുന്നു. തൻ്റെ കൺമുന്നിൽ കണ്ടിട്ടും എല്ലാവരോടും സത്യം മറച്ചുവെച്ച് എൻ്റെ അച്ഛനും അവർക്ക് കൂട്ടുനിന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ തരിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധുവും കൂട്ടുകാരും. ഇനി ബാക്കിയുള്ളത് 3 പേർ മാത്രം. അനുവിൻ്റെയും നിഖിലിൻ്റെയും മരണമറിയുമ്പോൾ അവരിവിടെ വരും, അല്ലെങ്കിൽ അവൾ അവരെ ഇവിടെ കൊണ്ടുവരും. തൻ്റെ രക്തം വീണ് ഈ മണ്ണിൽ വെച്ച് തന്നെ അവൾ പ്രതികാരം ചെയ്യും. അവളുടെ മരണത്തിന് ഉത്തരവാദിയായതിൽ 3 പേർ ഇന്ന് ജീവനോടെ ഇല്ല. ഇനി ബാക്കിയുള്ളത് 3 പേർ കൂടി. ഒന്ന് തൻ്റെ അച്ഛനാണ്, മറ്റൊന്ന് അച്ഛൻ്റെ കൂട്ടുകാരനും അനുവിൻ്റെ അച്ഛനുമായ രാമഭദ്രൻ. അപ്പോൾ ആരാണ് ആ 3ാമത്തെ ആൾ? സിദ്ധു ഭയത്തോടെ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ കുറച്ചുനേരം മൗനമായി നിന്നു. ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി. രുദ്രൻ്റെ ഉത്തരം കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. രുദ്രൻ പറഞ്ഞത് ആ പേര് ഭദ്രയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ, അതാണ് സത്യം. രുദ്രൻ്റെ ആ വാക്കുകൾ കേട്ട് ഭദ്രയ്ക്ക് തൻ്റെ കൈയും കാലുമെല്ലാം തളരുന്ന പോലെ തോന്നി. തൻ്റെ അച്ഛനും ഇതിന് കൂട്ടുനിന്നു. തൻ്റെ പ്രായം മാത്രമുള്ള സ്വന്തം മകളെപ്പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയെ അവൾ ദേഷ്യത്തോടെ തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖം കുറ്റബോധം കൊണ്ട് കുനിഞ്ഞിരുന്നു. സിദ്ധു തലകുനിച്ച് നിൽക്കുന്ന രാമേട്ടൻ്റെ നേർക്ക് നീങ്ങി. നിങ്ങളും ഒരച്ഛൻ്റെ സ്ഥാനത്തല്ലേ നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നത്? എല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാത്തിനും കൂടെ നിന്നിട്ടും ഞങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അവൻ അയാളുടെ ഷർട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അലറി.
എന്തിനായിരുന്നു അച്ഛാ എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അച്ഛനെ എങ്ങനെ തോന്നി? ഭദ്രയുടെ വാക്കുകൾ മുറിഞ്ഞു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. പറ്റിപ്പോയി മോളെ. അവരുടെ കാശിനും പിടിപാടിനും മുന്നിൽ അച്ഛനും ഇതിന് കൂട്ടി നിൽക്കേണ്ടി വന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ നീയടക്കം എല്ലാവരെയും കൊല്ലുമെന്നുള്ള അവരുടെ ഭീഷണിക്ക് മുന്നിൽ എനിക്കെല്ലാം മറച്ചു വയ്ക്കേണ്ടി വന്നു. ഈ അച്ഛനോട് ക്ഷമിക്കുമോളെ. നിങ്ങളോട് ക്ഷമിക്കേണ്ടത് ഞാനോ ഇവരോ അല്ല, അവളാണ്, അവന്തിക. നിങ്ങളൊക്കെ കാരണം ജീവനും ജീവിതവും നീതിയും നിഷേധിക്കപ്പെട്ടവൾ. അവൾ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ മരണമാണ്. വേദന എന്താണെന്ന് അറിയിച്ചിട്ടുള്ള മരണം. രുദ്രൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും കണ്ണിൽ ഭയം വിടർന്നു. രുദ്ര, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം? സിദ്ധുവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ രുദ്രൻ കുറച്ചു നേരം മൗനം പാലിച്ചു. ശേഷം അവൻ തുടർന്നു. നമുക്ക് മുന്നിൽ 2 മാർഗമാണുള്ളത്. ഒന്ന്, അവൾക്ക് വേണ്ട ജീവനുകൾ അവൾക്ക് വിട്ടുകൊടുക്കുക. പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവൾ ഈ ലോകം വിട്ടുപോകും. എന്താണ് അടുത്ത മാർഗം? ഭദ്രയുടെ ആ ചോദ്യത്തിനു മുന്നിൽ രുദ്രൻ ഒന്ന് പരുങ്ങുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. രണ്ടാമത്തെ മാർഗം അവളെ തടയുക. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എല്ലാവരും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ രുദ്രനെ നോക്കി. അവളുടെ പ്രതികാരം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ പക അവളെ തടയാൻ ശ്രമിക്കുന്ന നമുക്ക് നേരെയാകും. എവിടെയെങ്കിലും നമുക്കൊരു പിഴവ് സംഭവിച്ചാൽ നമ്മളിൽ ഒരാൾ പോലും ബാക്കി വയ്ക്കാതെ അവൾ നശിപ്പിക്കും. ആ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഭയം നിഴലിച്ചു. അവരുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. രുദ്രൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. നമ്മൾ മുന്നോട്ട് പോകുന്നു, അവളെ തടയുന്നു. സിദ്ധുവിൻ്റെ തീരുമാനം കേട്ട് കൂടെ ഉണ്ടായിരുന്നവർ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് തോന്നി അവരും സമ്മതം മൂളി. അവർ പോലും അറിയാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന അവന്തികയുടെ കണ്ണുകൾ കോപം കൊണ്ട് തുടിച്ചു. അവൾ പകയോടെ സിദ്ധുവിൻ്റെയും കൂട്ടുകാരുടെയും നേർക്ക് നോക്കി. ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് അവരെ ആരെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ഒരാളെയും ഞാൻ ജീവനോടെ വിടില്ല. ഈ അവന്തികയുടെ ശക്തി നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അന്നത്തെ രാത്രി സിദ്ധുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ രുദ്രൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവന്തികയ്ക്ക് കിട്ടേണ്ട നീതിയും തൻ്റെ അച്ഛനോടും കൂട്ടുകാരോടുമുള്ള സ്നേഹവും തമ്മിൽ അവൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം തന്നെ നടന്നു. അടുത്ത ദിവസം രാവിലെ ഒരു കാറിൻ്റെ ശബ്ദം കേട്ടാണ് സിദ്ധു ബെഡിൽ നിന്ന് എഴുന്നേറ്റത്. ആരാണെന്നറിയാൻ പുറത്തേക്ക് വന്ന് അവൻ്റെ കണ്ണുകൾ വിടർന്നു. തൻ്റെയും അനുവിൻ്റെയും അച്ഛന്മാർ. ഇവരെങ്ങനെ ഇവിടെ? അവന്തിക രണ്ടും കൽപ്പിച്ചാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ തേടിയിരുന്ന എല്ലാവരും അവളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ കൊണ്ടുവന്നിരിക്കുന്നു. സിദ്ധുവിൻ്റെ അച്ഛൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് കാൽ വെച്ചു. പെട്ടെന്ന് അന്തരീക്ഷം കോപാകുലമായി. അതിശക്തമായി കാറ്റ് വീശി. ആകാശം രക്തവർണ്ണമായി മാറപ്പെട്ടു. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴുകി വീണു. പുറത്തെ ബഹളം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു. എല്ലാം അവന്തികയുടെ പ്രവൃത്തികളാണെന്ന് തിരിച്ചറിയാൻ അവർക്കധികം സമയം വേണ്ടി വന്നില്ല. ശക്തമായ കാറ്റിൽ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും കഴിയാതെ സിദ്ധുവും കൂട്ടരും വരാന്തയിൽ തന്നെ നിന്നു. പെട്ടെന്ന് ആ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് കറുത്തൊരു കാർ അവരുടെ വീട്ടുമുറ്റത്തായി വന്നു നിന്നു. അതിൽ നിന്ന് 50-നോടടുത്ത് പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. കാവി വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന അയാളുടെ കാലുകൾ നിലത്തു പതിച്ചതും അന്തരീക്ഷം പെട്ടെന്ന് ശാന്തമായി. അവന്തിക കോപത്തോടെ അയാളെ നോക്കി. സ്വരൂപൻ. രുദ്രൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവന്തികയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഇതാരാ? സിദ്ധു രുദ്രനോട് പതിയെ ചോദിച്ചു. സ്വരൂപൻ. ദുഷ്ടക്രിയകൾ കൊണ്ട് ദുഷ്ടദേവതന്മാരെ പ്രീതിപ്പെടുത്തുന്ന ദുർമന്ത്രവാദി. പണ്ടൊരിക്കൽ ഊരുതണ്ടി നടന്ന സമയത്ത് ഞാൻ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു കുറച്ചുനാൾ. നീതിയും നന്മയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ക്രൂരനാണിയാൾ. ഇയാളെന്താ ഇവിടെ? രുദ്രൻ സംശയത്തോടെ സിദ്ധുവിൻ്റെയും കൂട്ടുകാരുടെയും മുഖത്തേക്ക് നോക്കി. അവർ അറിയില്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഇത് സ്വരൂപൻ. നിങ്ങളൊക്കെ ഊതിപ്പെരിപ്പിച്ചു വലുതാക്കിയ ആ അവന്തികയുടെ പീര ആത്മാവിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ വന്നവൻ. സിദ്ധുവിൻ്റെ അച്ഛൻ അഹങ്കാരത്തോടെ തലയുയർത്തി. ഇതെല്ലാം കേട്ടു നിന്നിരുന്ന അവന്തികയുടെ മുഖം വിവരണമായി. അവളുടെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു. ഇല്ല, നിനക്ക് നിന്റെ ദുഷ്ടദൈവങ്ങൾക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പ്രതികാരം ഞാൻ പൂർത്തിയാക്കും, അവന്തിക കോപത്തോടെ പറഞ്ഞു. എല്ലാവരും എന്ത് നോക്കി നിൽക്കുക? അകത്തേക്ക് പോകാൻ നോക്ക്, സിദ്ധുവിൻ്റെ അച്ഛൻ ആജ്ഞ എന്നോണം ഉറക്കെ പറഞ്ഞു. സിദ്ധു അടക്കം എല്ലാവരും ഉള്ളിലേക്ക് നടന്നു. രാമ, സ്വരൂപിന് വിശ്രമിക്കാനുള്ള മുറി കാണിച്ചു കൊടുക്ക്. ഇദ്ദേഹത്തിനിവിടെ ഒരു കുറവും ഉണ്ടാകരുത്. രാമൻ അയാളെയും കൂട്ടി അയാൾക്കായുള്ള മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ഭദ്രയുടെയും സിദ്ധുവിൻ്റെയും മനസ്സ് ഒരു യുദ്ധത്തിലായിരുന്നു. ഒരു വശത്ത് തങ്ങളുടെ പിതാക്കന്മാർ, മറുവശത്ത് തങ്ങളുടെ കളിക്കൂട്ടുകാരിയായ ഒരു തെറ്റും ചെയ്യാത്ത അവന്തികയുടെ ആത്മാവ്. ആർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കേണ്ടത്? ഒരുപാട് നേരത്തെ ചിന്തകൾക്ക് ശേഷം അവരുടെ മനസ്സ് ഒരു തീരുമാനമെടുത്തു. സിദ്ധു, സിദ്ധു. രാവിലെ ഭദ്രയുടെ വിളി കേട്ടാണ് സിദ്ധു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. എന്താ ഭദ്ര അതിരാവിലെ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. സിദ്ധു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കി. പറയാം. അതും പറഞ്ഞവൾ അവൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി. അവൾ അകത്ത് നിന്ന് വാതിലടച്ചു. സിദ്ധു, ഇന്നലെ നമ്മൾ എടുത്ത തീരുമാനം ശരിയാണോ?
അവന്തികയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? എങ്കിലും നീ തിന്മയുടെ ഭാഗത്ത് കൂട്ടു നിൽക്കുമായിരുന്നോ? അവളുടെ ചോദ്യങ്ങൾ ഒരു കൂരമ്പ് കണക്കി അവൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ സിദ്ധു, നമ്മുടെ കളിക്കൂട്ടുകാരിയായിരുന്ന സ്വന്തം മകളുടെ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി പിച്ച് ചീന്തിയവരോട് നിയമം പോലും ആ പെൺകുട്ടിക്കെതിരെ നോക്കുകുത്തിയാക്കി. അവൾക്കെതിരെ നിൽക്കുന്നത് ശരിയാണോ? അവളുടെ ചോദ്യത്തിന് മൗനമായിരുന്നു അവൻ്റെ മറുപടി. നീ എന്താ സിദ്ധു മിണ്ടാത്തത്? ശരിയാണ് ഭദ്ര, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇന്നലെ രാത്രി ഞാനും ചിന്തിച്ചത് ഇത് തന്നെയായിരുന്നു. നമ്മൾ നിൽക്കേണ്ടതും തിന്മയ്ക്കൊപ്പമല്ല, അവന്തിക, നമ്മളുടെ കളിക്കൂട്ടുകാരി. അവൾ നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്നു. അവളെ നമ്മൾ സഹായിക്കണം, എന്ത് വില കൊടുത്തും. മദ്യലഹരിയിൽ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയവർക്ക് നാളെ താനും വെറുമൊരു പെണ്ണ് മാത്രമാകില്ലെന്ന് ആര് കണ്ടു? ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല സിദ്ധു, ഇനി ഒരു പെൺകുട്ടിയെയും ഇവർ ഇരയാക്കരുത്. അതിനവളുടെ പ്രതികാരം അത് പൂർത്തിയാക്കണം. അവന്തികയുടെ. ഭദ്രയുടെ ചുണ്ടുകൾ വിറച്ചു. അവളുടെ വാക്കുകൾ സിദ്ധുവും തലയാട്ടി. അതെ, നമ്മൾ നിൽക്കേണ്ടത് സത്യത്തിൻ്റെ വശത്താണ്, അവന്തികയുടെ കൂടെ. അതിനാദ്യം നമ്മൾ പുതുതായി വന്ന ആ സ്വരൂപനെ തടയണം. രുദ്രൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കേട്ട പ്രകാരം അയാൾ വളരെ ശക്തിശാലിയാണ്. അയാൾ ഏത് നിമിഷവും അവന്തികയുടെ ആത്മാവിനെ നശിപ്പിക്കും. അയാൾ ആരാധിക്കുന്ന ദുർമന്ത്രവാദികൾ അത്രയ്ക്കും ശക്തിയുള്ളവരാണ്. അയാളെ തടയണമെങ്കിൽ നമുക്ക് രുദ്രൻ്റെ സഹായം വേണം. അതുകൂടാതെ മറ്റൊരാളുടെയും. ആരുടെ? അവന്തികയുടെ. അവൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിന് നമുക്ക് ജയിക്കാൻ സാധിക്കൂ. സിദ്ധുവിൻ്റെ അഭിപ്രായത്തോട് ഭദ്രയും ശരിവച്ചു. ഇന്ന് തന്നെ രുദ്രനോടും അവന്തികയോടും സംസാരിക്കണം. അത് പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാനായി തിരിഞ്ഞ ഭദ്രയെ സിദ്ധു പുറകിൽ നിന്ന് കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ എന്താണെന്ന അർത്ഥത്തിൽ സിദ്ധുവിനെ നോക്കി. അല്ല, എന്തായാലും രാവിലെ ഉറക്കം പോയി, ഇനി കുറച്ച് കഴിഞ്ഞ് പോകാം. സിദ്ധു അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ നോക്കി. വിട് സിദ്ധു, എല്ലാവരും പുറത്തുണ്ട്, ഇതേ കളിക്കല്ലേ. ഭദ്ര അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. ഹോ, ഒന്ന് നിൽക്ക് പെണ്ണേ, കുറച്ച് ദിവസമായി അവന്തികയും സുഭദ്രയും ഒക്കെയായി നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ കൂടി കിട്ടുന്നില്ല. ഇതും പറഞ്ഞ് സിദ്ധു അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. സിദ്ധുവിൻ്റെ ശ്വാസം കഴുത്തിൽ പതിഞ്ഞതും ഭദ്ര ഒന്ന് കുറുകി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. അവളൊന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നു. പതിയെ അവൻ അവളെ തിരിച്ചു നിർത്തി. അവൻ്റെ അധരങ്ങൾ അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി നീങ്ങി. പെട്ടെന്ന് ഭദ്ര സിദ്ധുവിനെ പുറകിലേക്ക് തള്ളി. അവൻ അടുത്തുള്ള സോഫയിലേക്ക് വീണു. ഒരു കുസൃതി ചിരിയോടെ ഭദ്ര വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അവൾ ഓടി മറയുന്നത് സിദ്ധു ഒരു ചിരിയോടെ നോക്കി നിന്നു. എന്നാൽ അവരുടെ എല്ലാ പ്രവൃത്തികളും കണ്ടും കേട്ടും ആ ജനവാതിൽക്കൽ നിന്നിരുന്ന സിദ്ധുവിൻ്റെ അച്ഛനെ അവർ രണ്ടുപേരും കണ്ടില്ല. പുറത്തെല്ലാം കണ്ടു നിന്നിരുന്ന സിദ്ധുവിൻ്റെ അച്ഛൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. തനിക്കെതിരെയുള്ള അവരുടെ പടയൊരുക്കം അയാളെ വല്ലാതെ പ്രകോപിച്ചു. അതോടൊപ്പം സിദ്ധുവിന് ഭദ്രയോടുള്ള പ്രണയം കൂടി അറിഞ്ഞപ്പോൾ അയാളുടെ ഉള്ളം കോപം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും അവളോടൊപ്പമാണല്ലേ? അവളോടൊപ്പം ചേർന്ന് നിങ്ങൾക്കെന്നെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ഇവളെയും ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഉയർന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി മാത്രമേ എൻ്റെ മരുമകളാകാൻ പാടുള്ളൂ. ദേഷ്യം കൊണ്ട് അയാൾ പല്ലുകൾ ഞെരിച്ചു. തൻ്റെ ദേഷ്യം ഉള്ളിലൊതുക്കി ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ സിദ്ധുവിൻ്റെ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് കയറി വരുന്ന അച്ഛൻ്റെ മുഖം കണ്ടതും സിദ്ധുവിൻ്റെ മുഖത്തെ ചിരിയില്ലാതെയായി. അവൻ്റെ ഉള്ളിലിപ്പോൾ അച്ഛൻ്റെ ചിത്രം ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്ന കൊലപാതകി എന്നതായിരുന്നു. മോനെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അയാൾ പുഞ്ചിരി കൊണ്ട് ചോദിച്ചു. ഹേയ്, ഒന്നുമില്ലച്ചാ, ഞാൻ വെറുതെ. അവൻ വാക്കുകൾക്ക് വേണ്ടി പതറി. ആ, അതെന്തെങ്കിലും ആകട്ടെ. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് മോന് മനസ്സിലായി കാണുമല്ലോ. അയാൾ ഒരു മുഖവരയോട് ചോദിച്ചു. സിദ്ധു എന്താണെന്ന് മനസ്സിലാകാത്ത പോലെ അച്ഛനെ നോക്കി. കുറച്ച് നാളുകളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീയും കാണുന്നതല്ലേ? അനുവിൻ്റെയും സ്വാമിജിയുടെയും നിഖിലിൻ്റെയും ഒക്കെ ദുർമരണം. ഏതൊരു ദുഷ്ടശക്തി നമ്മളെയൊക്കെ ലക്ഷ്യമിട്ട് ഇവിടെ അലയുന്നുണ്ട്. അവളെ തടയണം. അയാളുടെ വാക്കുകൾ ദൃഢമായി. അതിനാണ് ഞാൻ ഈ സ്വരൂപൻ സ്വാമിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും ഈ ആപത്സ്ഥിതികളിൽ നിന്ന് കരകയറാൻ ഒരുമിച്ച് നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അച്ഛൻ്റെ വാക്കുകൾ കേട്ട സിദ്ധുവിൻ്റെ ഉള്ളിൽ ദേഷ്യം അലയടിച്ചു. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഇയാൾ എൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നത്. എത്ര പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും സിദ്ധുവിന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു ആത്മാവ്. അച്ഛനെ അറിയില്ല അത് ആരുടെ ആത്മാവാണെന്ന്. സിദ്ധുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അച്ഛനൊന്ന് പരിങ്ങി. ഇല്ല, എനിക്കെങ്ങനെ അറിയാനാ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മതി നിങ്ങളുടെ അഭിനയം. എനിക്കെല്ലാം അറിയാം. ഒന്നും ഇനി എന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട. എങ്ങനെ തോന്നി നിങ്ങൾക്ക് സ്വന്തം മകളുടെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട്? സിദ്ധുവിൻ്റെ മുഖം ചുവന്നു. അടുത്ത നിമിഷം തൻ്റെ മുന്നിൽ ഇത്ര നാളും അച്ഛൻ കെട്ടിയാടിയ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത് സിദ്ധു കാണുകയായിരുന്നു. അയാളുടെ മുഖത്ത് പുച്ഛഭാവം തെളിഞ്ഞു നിന്നു. എനിക്കറിയാം, നിനക്കെല്ലാം അറിയാമായിരുന്നുവെന്ന്. നീയും നിൻ്റെ കൂടെയുള്ളവരും ആ ആത്മാവിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ മുന്നിൽ അഭിനയിച്ചതും.
നീ എന്താ കരുതിയത്? നീയും നിൻ്റെ കൂട്ടുകാരും പിന്നെ ആ പീറ പെണ്ണിൻ്റെ ആത്മാവും കൂടി എന്നെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നീ ഇതുവരെ കാണാത്ത ഒരു മുഖം കൂടിയുണ്ട് നിൻ്റെ ഈ അച്ഛന്. ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു മുഖം. എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് സ്വന്തം ചോരയാണെങ്കിൽ പോലും ഒന്നും ഞാൻ ആലോചിക്കാൻ പോലും ചെയ്യാതെ ഞാൻ അറുത്തു മാറ്റും. നിൻ്റെ അവന്തിക മാത്രമല്ല, വേറെയും ഒരുപാട് പെൺകുട്ടികൾ എനിക്കിരയായിട്ടുണ്ട്. ഒരാൾ പോലും അറിയാതെ ഞാനതെല്ലാം അവസാനിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴാണോ നീ നിൻ്റെ കുറേ കൂട്ടുകാരും? അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. തൻ്റെ അച്ഛൻ ശരിക്കും മനുഷ്യരൂപം അണിഞ്ഞൊരു മൃഗമാണെന്ന് മനസ്സിലാക്കിയ സിദ്ധു തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ അലറിക്കൊണ്ട് അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. അയാൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് സിദ്ധു അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി. നിങ്ങളിത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾക്കറിയാം അവന്തിക, അവൾ എനിക്ക് ആരായിരുന്നുവെന്ന്. അവൻ്റെ ചുണ്ടുകൾ വിതുമ്പി. ഒരിറ്റു ശ്വാസത്തിനായി അയാൾ പിടയുന്നത് സിദ്ധു സന്തോഷത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് തലക്കൊരടിയേറ്റ് സിദ്ധു പുറകിലേക്ക് നീങ്ങി. അയാളുടെ കഴുത്തിൽ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു. സിദ്ധു കൈകൊണ്ട് അടിയേറ്റിടം പൊത്തിപ്പിടിച്ചു. അവൻ്റെ മുടിയിഴകളിലൂടെ രക്തത്തുള്ളികൾ ഒഴുകിയിറങ്ങി. പാതി അടഞ്ഞ മിഴികളോടെ സിദ്ധു പുറകിലേക്ക് തിരിഞ്ഞു. നിഗൂഢമായൊരു ചിരിയോടെ തൻ്റെ പുറകിൽ നിൽക്കുന്ന ആ ആളെ കണ്ട് സിദ്ധു ഞെട്ടി. രുദ്ര, നീ? സിദ്ധുവിൻ്റെ വാക്കുകൾ ഇടറി. താൻ ഒരുപാട് വിശ്വസിച്ച നല്ലൊരു സുഹൃത്തായി കണ്ട രുദ്രനും തന്നെ ചതിക്കുകയായിരുന്നെന്ന സത്യം സിദ്ധുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതേടാ, രുദ്രൻ തന്നെ. നീയൊക്കെ എന്താ കരുതിയത്? എൻ്റെ അച്ഛനെ ഇല്ലാതാക്കി അവളെ സഹായിക്കാൻ ഞാനും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നോ? നിനക്ക് തെറ്റിപ്പോയി. നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. അവളെയും ഞങ്ങൾ ഇല്ലാതാക്കും, അവന്തിക. അവളുടെ ഒരു പ്രതികാരം. അവൻ്റെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു. ബോധം മറയുന്ന വേളയിലും ചതിയുടെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്ന രുദ്രൻ്റെ മുഖം സിദ്ധുവിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ നിലത്തേക്ക് പതിച്ചു. തല പൊട്ടിയ രക്തം നിലത്തേക്ക് പടർന്നു. ഇവനെ ജീവനോടെ ഇവിടെ കുഴിച്ചു മൂടണം. ഒരു തെളിവ് പോലും ഉണ്ടാകരുത്. സ്വന്തം മകനാണെന്ന് പോലും ചിന്തിക്കാതെ സിദ്ധുവിൻ്റെ അച്ഛൻ അവനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അയാളുടെ ഉള്ളിലെ മൃഗം പൂർണ്ണമായി വെളിപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത്. രുദ്രനും കൂടെയുള്ളവരും സിദ്ധുവിനെ കുഴിച്ചിടാനുള്ള കുഴി തയ്യാറാക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ വരാം, എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് ജോലികൾ കൂടിയുണ്ട്. ഇതും പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛൻ പുറത്തേക്ക് നടന്നു. കുറച്ചു നേരത്തെ പണിക്ക് ശേഷം സിദ്ധുവിനായുള്ള കുഴി റെഡിയാക്കപ്പെട്ടു. രുദ്രനും കൂടെയുള്ളവരും ചേർന്ന് ബോധരഹിതനായി കിടക്കുന്ന സിദ്ധുവിനെ അവിടേക്ക് എടുത്തു. പെട്ടെന്ന് പുറത്ത് അതിശക്തമായ കാറ്റ് വീശി. അന്തരീക്ഷം വല്ലാതെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അവന്തികയുടെ വരവ് രുദ്രൻ മുൻകൂട്ടി കണ്ടിരുന്നത് കൊണ്ട് തന്നെ രുദ്രൻ്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. എന്നാൽ അവൻ്റെ കൂടെയുള്ളവരുടെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. അവർ സിദ്ധുവിനെ നിലത്തേക്ക് വച്ചു. അവർ നോക്കി നിൽക്കെ അതിശക്തമായൊരു കാറ്റിൻ്റെ അകമ്പടിയോടെ അവന്തിക ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഇതേ സമയം ഭദ്രയുടെ വീട്ടിൽ അവൾ വലിയൊരു ആപത്തിലായിരുന്നു. നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സിദ്ധുവിൻ്റെ അച്ഛൻ നേരെ പോയത് ഭദ്രയുടെ അടുത്തേക്കായിരുന്നു. തനിച്ചായി പോയ അവൾക്ക് അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ അവളെ കട്ടിലിന്മേൽ തുണികളാൽ ബന്ധിച്ചു. മദ്യത്തിൻ്റെ ലഹരി നുണയവേ ഒരു വേട്ടമൃഗത്തെ പോലെ അയാൾ അവളെ നോക്കി. ആ 4 ചുവരുകൾക്കുള്ളിൽ ഭദ്രയുടെ നിലവിളി കേൾക്കാൻ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. അവന്തികയുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. എന്നാൽ രുദ്രൻ്റെ മുഖത്തെ പുഞ്ചിരി അപ്പോഴും മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവന്തിക. നിന്നേക്കാൾ ശക്തി ഇന്ന് എനിക്കുണ്ട്. നിൻ്റെ ഒരു അഭ്യാസവും എൻ്റെ അടുത്ത് വില പോകില്ല. എൻ്റെ മുന്നിൽ തോറ്റുപോയെന്ന് നിനക്ക് ഓർമ്മയില്ലേ? വീണ്ടും നീ എന്തിനാണ് വന്നിരിക്കുന്നത്? അവൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരത്തിന് അവന്തിക ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നീ എന്താ കരുതിയത്? നിന്റെ ചതിയുടെ മുഖം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നോ? നിന്നെ കാണുമ്പോൾ ഞാൻ പിന്മാറിയിരുന്നത് ഭയം കൊണ്ടാണെന്നോ? എന്നാൽ നിനക്ക് തെറ്റി. ഇതുപോലെ നിന്റെ ചതിയുടെ മുഖം മറ്റുള്ളവർക്ക് വെളിപ്പെടണമായിരുന്നു. കൂടെ നിന്ന് ചതിക്കുന്ന നിന്റെ കപടത അവർ മനസ്സിലാക്കണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരുന്നത്. ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല രുദ്ര. അവന്തികയുടെ മുഖത്തെ ദേഷ്യവും അവളുടെ വാക്കുകളും ഇത്തവണ രുദ്രനെ ഭയപ്പെടുത്തി. എങ്കിലും ആ ഭയം പുറത്തു കാണിക്കാതെ അവൻ മറച്ചു. അവന്തിക ഒരു നിഴലായി രുദ്രൻ്റെ കൂട്ടുകാർക്ക് നേരെ ഒഴുകിയെടുത്തു. രുദ്രൻ്റെ മുഖം ഭയം കൊണ്ട് വിവർണമായി. അവൻ തൻ്റെ കീശയിൽ നിന്ന് സ്ഫടിക നിർമ്മിതമായ ഒരു മാല പുറത്തെടുത്തു. മുന്നോട്ട് വന്ന അവന്തിക ഒരു നിമിഷം നിന്നു. ആ മാലയിൽ നിന്ന് ശക്തമായ പ്രകാശരശ്മികൾ പുറത്തേക്ക് ചിതറി. രുദ്രൻ്റെ മുഖത്ത് വീണ്ടും ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ ആ പുഞ്ചിരിയെ മായ്ച്ചുകൊണ്ട് അടുത്ത നിമിഷം അവന്തികയുടെ ഒരൊറ്റ നോട്ടത്തിൽ ആ മാല പൊട്ടിച്ചിതറി. ആ മാലയുടെ മുത്തുകൾ കത്തിയെരിഞ്ഞു. അകലെ കാലൻകോഴികൾ ഉച്ചത്തിൽ കൂകി. അടുത്ത നിമിഷം അവന്തികയുടെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്ന അഗ്നിയിൽ രുദ്രൻ്റെ ശരീരം ജീവനോടെ കത്തിയെരിയാൻ തുടങ്ങി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടി. അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ മാകെ മുഴങ്ങി കേട്ടു. അവന്തികയുടെ കോപത്തിൻ്റെ അഗ്നിയിൽ രുദ്രൻ തൻ്റെ അവസാന ശ്വാസവും അഗ്നിക്ക് സമർപ്പിച്ചു.
അവന്തിക നിലത്ത് കിടക്കുന്ന സിദ്ധുവിൻ്റെ അടുത്തേക്ക് നടന്നു. സ്നേഹത്തോടെ അവൾ അവനെ നോക്കി. അടുത്ത നിമിഷം അവന്തിക വെളുത്തൊരു പുകയായി സിദ്ധുവിനുള്ളിൽ ലയിച്ചു ചേർന്നു. ബോധമറ്റ് കിടന്നിരുന്ന സിദ്ധുവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിലേറ്റിരുന്ന മുറിവുകൾ അപ്രത്യക്ഷമായി. മദ്യക്കുപ്പി നിലത്ത് വെച്ച് സിദ്ധുവിൻ്റെ അച്ഛൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. ഭയന്ന് വിറച്ച മുഖവുമായി ഭദ്ര അയാളെ നോക്കി. അയാളുടെ മുഖത്ത് അപ്പോൾ ഒരു വേട്ടക്കാരൻ്റെ ക്രൂരത നിറഞ്ഞിരുന്നു. ഭദ്രയുടെ ശരീരത്തിലേക്ക് അയാൾ ആർത്തിയോടെ നോക്കി. ഒന്നനങ്ങാൻ പോലും കഴിയാതെ നിസ്സഹായിയായി കിടക്കുന്ന ഭദ്രയ്ക്കടുത്തേക്ക് അയാൾ നടന്നെടുത്തു. ഭദ്ര ഉറക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും എല്ലാം നിഷ്പ്രഭമായിരുന്നു. കാമം കത്തുന്ന കണ്ണുകളോടെ അയാൾ ഭദ്രയെ നോക്കി. സ്വന്തം മകളുടെ പ്രായമുള്ള ഭദ്രയുടെ ശരീരത്തിലേക്ക് അയാൾ ആർത്തിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ ആ മുറിയുടെ വാതിലുകൾ അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടു. ഉള്ളിലേക്ക് വരുന്ന സിദ്ധുവിനെ കണ്ട അയാളുടെ മുഖം കോപത്താൽ വിവരണമായി. നീ 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 എങ്ങനെ രക്ഷപ്പെട്ടു? അയാൾ അലറിക്കൊണ്ട് സിദ്ധുവിനെ നേർക്ക് പാഞ്ഞെടുത്തു. സിദ്ധുവിൻ്റെ ഉള്ളിൽ അലിഞ്ഞിരിക്കുന്നത് അവന്തികയാണെന്ന സത്യം അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ സിദ്ധുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു കണ്ട മാറ്റങ്ങൾ ഭദ്ര ശ്രദ്ധിച്ചിരുന്നു. അവളുടെ മുഖത്ത് ഭയം മാറി പുഞ്ചിരി തെളിഞ്ഞു. അലറിക്കൊണ്ട് പാഞ്ഞെടുത്ത അയാൾ ഒരു നിമിഷം സിദ്ധുവിൻ്റെ മുന്നിൽ പകച്ചു നിന്നു. തൻ്റെ ശരീരത്തിലേറ്റ മുറിവുകളെവിടെ? നീ എങ്ങനെ രക്ഷപ്പെട്ടു? രുദ്രനെവിടെ? ഒരു ഭ്രാന്തനെ പോലെ അയാൾ സിദ്ധുവിന് മുന്നിൽ അലറി. അയാൾ അവൻ്റെ കഴുത്തിലേക്ക് കൈകൾ ചേർത്തു. എന്നാൽ അവൻ്റെ കഴുത്തിൽ സ്പർശിച്ചതും ഷോക്കേറ്റതുപോലെ അയാൾ ദൂരേക്ക് തെറിച്ചു വീണു. സിദ്ധു ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നീ നീ ആരാണ്? വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അയാൾ ചോദിച്ചു. നിനക്ക് ഇനിയും എന്നെ മനസ്സിലായില്ലേ? സിദ്ധു പക ആളിക്കത്തുന്ന കണ്ണുകളോടെ അയാളെ നോക്കി. നിനക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിയോ? കഴിയില്ല. ഇവിടെ നിന്റെ സുരക്ഷാ സന്നാഹങ്ങളോ നിന്റെ കൂടെയുള്ളവരെ നിന്നെ രക്ഷിക്കാൻ വരില്ല. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ നോക്കി നിന്ന അയാൾക്ക് മുന്നിൽ അവന്തിക തൻ്റെ സ്വന്തം രൂപം സ്വീകരിച്ചു. സിദ്ധുവിൻ്റെ ശരീരം ബോധരഹിതമായി നിലത്തേക്ക് വീണു. ശബ്ദം കേട്ട് ഓടി വന്ന അവൻ്റെ കൂട്ടുകാർ അവനെ താങ്ങി പിടിച്ചു. പ്രതികാരദാഹിയായ തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന അവന്തികയുടെ രൂപം അവരെ ഭയപ്പെടുത്തിയില്ല. എല്ലാ സത്യങ്ങളും അറിയാമായിരുന്ന അവർക്ക് ആ ശിക്ഷ സിദ്ധുവിൻ്റെ അച്ഛൻ അർഹിക്കുന്നതാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അവർ സിദ്ധുവിനെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. അവന്തികയുടെ പ്രതികാരം പൂർത്തിയാക്കാൻ അവർ സ്വയം ആ മുറിയിൽ നിന്നും മാറിക്കൊടുത്തു. പ്രതികാരമൂർത്തിയായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവന്തികയ്ക്ക് മുന്നിൽ അയാൾ നിസ്സഹായനായി നിന്നു. എവിടെ പോയി നിന്റെ സന്നാഹങ്ങൾ? നിന്റെ മുഖത്ത് ഭയമോ? അന്നെന്നെ പിച്ചി ചീന്തുമ്പോൾ എൻ്റെ കണ്ണുനീരിന് മുമ്പിൽ നീ ചിരിക്കുകയായിരുന്നില്ലേ? ഇന്ന് എവിടെ പോയി നിന്റെ മുഖത്തെ പുഞ്ചിരി? എന്നെ ഒന്നും ചെയ്യരുത്, അയാൾ വിക്കി വിക്കി പറഞ്ഞു. നിന്നെ ഒന്നും ചെയ്യരുതല്ലേ? എൻ്റെ വാക്കുകൾ ഇതിനേക്കാൾ ഉച്ചത്തിൽ, ഇതിനേക്കാൾ ദയനീയമായി ഞാൻ കരഞ്ഞു പറഞ്ഞില്ലേ? എന്നിട്ട് നീ അന്ന് അത് കേട്ടോ? ഇല്ല. ഒരു മൃഗത്തെപ്പോലെ നീ എന്നെ പിച്ചി ചീന്തി. എൻ്റെ ജീവനും ജീവിതവും നീ നശിപ്പിച്ചു. നീ ഇപ്പോൾ ജീവന് വേണ്ടി കേഴുന്നു. നിന്നെ ഞാൻ കൊല്ലില്ല. കാരണം ഒരു നിമിഷം കൊണ്ടുള്ള മരണം നീ അറിയിക്കുന്നില്ല. സ്വന്തം മകനെ പോലും കൊല്ലാൻ മടിക്കാതെ നീ ഭൂമിയിൽ നരകിക്കണം. സഹായിക്കാൻ പോലും ഒരാളുമില്ലാതെ നീ നീറണം. ഒന്നും മരിച്ചിരുന്നുവെങ്കിൽ നീ ആഗ്രഹിക്കണം. നിനക്ക് ലഭിക്കുന്ന ശിക്ഷ ഇനി ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ മുതിരുന്ന ഓരോരുത്തർക്കുമുള്ള പാഠമാകട്ടെ. ഇത്രയും പറഞ്ഞവൾ അട്ടഹസിച്ചു. അടുത്ത നിമിഷം എവിടെ നിന്നോ പൊടിപടലങ്ങളാൽ മൂടപ്പെട്ടൊരു കാറ്റ് അയാൾക്ക് ചുറ്റും മൂടപ്പെട്ടു. ആ കാറ്റിനുള്ളിൽ അയാളുടെ നിലവിളി ശബ്ദം ഉറക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ കാറ്റ് അവസാനിച്ചപ്പോൾ അയാളുടെ നിലവിളിയും നിലച്ചു. അയാളുടെ ശരീരം നിലത്തേക്ക് വീണു. ആ ശരീരം വല്ലാതെ ശോഷിച്ചിരുന്നു. ശരീരം മുഴുവൻ വ്രണങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. അയാളുടെ കാലുകളുടെ സ്ഥാനത്ത് മാംസം ശൂന്യമായിരുന്നു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അയാൾ അവശനായിരുന്നു. തൻ്റെ ജീവനെടുത്തവനെ ഇഞ്ചിഞ്ചായി അവൾ നശിപ്പിച്ചുകൊണ്ടിരുന്നു. നിലത്ത് വീണ് കിടന്ന അയാൾക്ക് മുന്നിൽ ഒരു നിഴലായി അവൾ ഒഴുകിയെടുത്തു. നീ പേടിക്കണ്ട, നിന്റെ കൂട്ടുകാരൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. നിന്റെ എല്ലാ തെറ്റുകൾക്കും കൂട്ടായി ഉണ്ടായിരുന്ന അവൻ ഇവിടെയും നിനക്ക് കൂട്ടിനായി ഉണ്ടാകും. ഇത് പറയുമ്പോൾ അവന്തികയുടെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ അഗ്നി ആളി കത്തുന്നുണ്ടായിരുന്നു. അയാളെ ഒന്നുകൂടി നോക്കി അവൾ പതിയെ വായുവിൽ അലിഞ്ഞു ചേർന്നു. മുറിയിൽ കൂട്ടുകാരോടൊപ്പം കിടക്കയിൽ കിടക്കുന്ന സിദ്ധുവിനെ ആരും കാണാതെ അവൾ ഒരു നോക്ക് കണ്ടു. അവളുടെ മുഖത്തെ കോപം മറഞ്ഞു. പകരം ആ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ അവനെ നന്ദിയോടെ നോക്കി. ഇല്ല സിദ്ധു, നിങ്ങളിൽ ഒരാൾ പോലും ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കൊപ്പം ഒരു നിഴലായി ഈ അവന്തിക ഉണ്ടാകും. ഇനി ഒരാൾ കൂടി. അവനെ അവസാനിപ്പിച്ചാൽ ഞാൻ ഈ ലോകം വിട്ടുപോകും. എനിക്ക് പോയേ പറ്റൂ സിദ്ധു. നിങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കി ഈ അവന്തിക ഈ ലോകത്തോട് വിട പറയും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിദ്ധു, നിങ്ങളെല്ലാവരോടുമൊപ്പം ഇണങ്ങിയും പിണങ്ങിയും കളിച്ചും ചിരിച്ചും ഒരു ജീവിതം. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിലത്തേക്ക് വീണു. എല്ലാം തീർത്ത് പോകുന്നതിന് മുമ്പ് നിന്നെയും ഭദ്രയെയും ഞാൻ ഒന്നു ചേർക്കും. പോകുന്നതിന് മുമ്പ് എനിക്ക് ആ കാഴ്ച കണ്ണു നിറയെ കാണണം.
അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവളുടെ മുഖത്തെ പുഞ്ചിരി അടുത്ത നിമിഷം ഇല്ലാതെയായി. അവളുടെ മുഖം വിവരണമായി. എന്തോ ഒരു ആപത്ത് തന്നെ തേടി വരുന്നത് അവന്തിക അറിഞ്ഞു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ആ അഗ്നിവലയം അവൾക്ക് ചുറ്റും രൂപപ്പെട്ടു. ആ വലയം അവളെ പുറകിലേക്ക് വലിച്ചുകൊണ്ടുപോയി. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൾ നിസ്സഹായയായി നിന്നു. അവളെ വലിച്ചുകൊണ്ടുപോയ ആ വലയം അപ്രത്യക്ഷമായപ്പോൾ അവൾ വലിയൊരു അഗ്നികുണ്ഡത്തിന് മുന്നിലെത്തിയിരുന്നു. അതിനു മുന്നിലായി അനുവിൻ്റെ അച്ഛനും സ്വരൂപനും ഇരിക്കുന്നുണ്ടായിരുന്നു. സ്വരൂപിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ഓരോ മന്ത്രങ്ങളും അവളുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ആ മുറിവുകൾ അവളെ വല്ലാതെ തളർത്തി. ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഭദ്രയെയും സിദ്ധുവിനെയും കൂട്ടുകാരെയും അയാളുടെ ആളുകൾ തടഞ്ഞു വച്ചിരുന്നു. നിസ്സഹായരായി എല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. സിദ്ധു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നില മെച്ചപ്പെട്ടു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ചുറ്റും തന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന സത്യം അവന്തിക മനസ്സിലാക്കി. തന്നെ നശിപ്പിച്ചവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ അവളുടെ ഹൃദയം പിടഞ്ഞു. അവളുടെ പ്രതിരോധം വളരെ ദുർബലമായി മാറി. സ്വരൂപിൻ്റെ മന്ത്രങ്ങൾ അവളുടെ ശക്തിയുടെ അവസാന വലയും ഭേദിച്ചതോടെ അവൾ പൂർണ്ണമായും അയാൾക്ക് അടിമപ്പെട്ടു. നിസ്സഹായയായ അവന്തിക അയാൾ ഒരുക്കിയിരുന്ന മന്ത്രക്കളത്തിലേക്കിരുന്നു. നിസ്സഹായയായിരിക്കുന്ന അവന്തികയുടെ മുഖത്തേക്ക് അനുവിൻ്റെ അച്ഛനും സ്വരൂപനും പുച്ഛത്തോടെ നോക്കി. ഇതാണോ എന്നെ അവസാനിപ്പിക്കാൻ വന്നവളുടെ ശക്തി? ഇത്രയുള്ളൂ നിന്റെ പ്രതികാരം? എൻ്റെ മകളെ നീ കൊന്നു. പകരം നീ സ്നേഹിക്കുന്ന ഇവരെ ഓരോരുത്തരെയും ഞാൻ കൊല്ലും. ഒന്നും ചെയ്യാൻ കഴിയാതെ നിനക്ക് അത് നോക്കി നിൽക്കേണ്ടി വരും. ഇന്നു മുതൽ നീ ഒന്നും ചെയ്യാൻ കഴിയാതെ ദുർബലമായ ഒരു ആത്മാവാണ്. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട് നിസ്സഹായയായിരിക്കാൻ മാത്രമേ അവന്തികയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവളുടെ ശക്തി പൂർണ്ണമായി ക്ഷയിച്ചു പോയിരുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ചൊരു മനുഷ്യരൂപം സ്വരൂപൻ കയ്യിലെടുത്തു. അയാൾ അവന്തികയെ ഒന്നുകൂടി നോക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിച്ചു. അയാളുടെ മന്ത്രങ്ങളുടെ ഫലമെന്നോണം അവന്തികയുടെ ശരീരം പതിയെ പുകയായി മാറാൻ തുടങ്ങി. അവളുടെ ആത്മാവിനെ അയാൾ ആ പ്രതിമയിലേക്ക് ആവാഹിച്ചു. എല്ലാം കണ്ടു നിന്നിരുന്ന ഭദ്രയുടെയും മറ്റും കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു. ഇതാ ഈ പ്രതിമ വരുന്ന വെള്ളിയാഴ്ച വരെ ഇവിടെ ഭദ്രമായി സൂക്ഷിക്കണം. വ്യാഴം അന്ന് കർത്തവാവാണ്. ആത്മാക്കൾക്ക് ശക്തി ഏറുന്ന സമയം. അതിൻ്റെ അടുത്ത ദിവസം, അതായത് വെള്ളിയാഴ്ച, അന്ന് ഇവളുടെ ശക്തി പൂർണ്ണമായി നമുക്ക് അടിമപ്പെടും. അതോടെ ഇവൾ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങും. പിന്നെ ഒരിക്കലും ഇവൾക്ക് ഈ ലോകത്തേക്ക് തിരികെ വരാൻ കഴിയില്ല. സ്വരൂപൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന അനുവിൻ്റെ അച്ഛൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. തീർന്നിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് തിങ്കൾ. ഇനി വരാൻ പോകുന്ന ഈ 4 ദിവസങ്ങൾ എന്തും സംഭവിക്കാം. നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും വിധേന ഈ ആത്മാവ് മോചിപ്പിക്കപ്പെട്ടാൽ പിന്നെ എനിക്കെന്നല്ല ഈ ഭൂമിയിൽ ഒരാൾക്കും അവളെ തടയാൻ കഴിയില്ല. ഞാനും താനും അടക്കം എല്ലാവരും നശിക്കും. സ്വരൂപൻ്റെ ഈ വാക്കുകൾ അനുവിൻ്റെ അച്ഛൻ്റെ മുഖത്ത് തെളിഞ്ഞ ആ പുഞ്ചിരിയെ ഇല്ലാതെയാക്കി. ഇത്ര നേരം ചിരി മാത്രം തെളിഞ്ഞു നിന്നിരുന്ന സമ്പന്നനായ ബിസിനസ്മാൻ്റെ രാമഭദ്രൻ്റെ മുഖത്ത് ചിരി മാറി പരിഭ്രമം തെളിഞ്ഞു. സ്വരൂപൻ തുടർന്നു. പേടിക്കേണ്ട കാര്യമില്ല. ഈ 4 ദിവസങ്ങൾ ഈ ആത്മാവിനെ വെളിച്ചമോ ജലമോ വായുവോ പതിക്കാത്ത ഒരിടത്ത് സൂക്ഷിക്കണം. പ്രകാശവും വായുവും ഞാൻ ബന്ധിച്ചിരിക്കുന്ന ഈ മന്ത്രങ്ങളുടെ കെട്ട് പൊട്ടിക്കും. ജലം ഇവൾക്ക് അനിയന്ത്രിതമായ ശക്തി നൽകും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും അശ്രദ്ധ കാട്ടരുത്. സ്വരൂപൻ്റെ വാക്കുകൾ അയാൾ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി. സ്വരൂപൻ ആ പ്രതിമ ഒരു പെട്ടിയിലാക്കി രാമഭദ്രൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അയാൾ ആ പ്രതിമയുമായി സർപ്പക്കാവിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലേക്ക് നടന്നു. ചെറിയൊരു അമ്പലം പോലെ തോന്നിപ്പിക്കുന്ന ആ മുറി അയാൾ തുറന്നു. ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ ചെറിയൊരു നാഗത്തറയുണ്ടായിരുന്നു. ആ നാഗത്തറയിൽ അയാൾ ആ പ്രതിമ അടങ്ങുന്ന പെട്ടി വെച്ചു. ശേഷം വെളിച്ചമോ വായുവോ കടക്കാത്ത നിലയിൽ അയാൾ ആ മുറിയുടെ വാതിലുകൾ കൊട്ടിയടച്ചു. ഭദ്രയെയും കൂട്ടുകാരെയും വെള്ളിയാഴ്ച വരെ പുറത്തുവിടാതെ പൂട്ടിയിടാൻ അയാൾ അയാളുടെ ആളുകളോട് ആജ്ഞാപിച്ചു. അവർ ബലമായി അവരെ പിടിച്ചുകൊണ്ടുപോയി. ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാവരും നിസ്സഹായരായ അവസരത്തിൽ തിന്മയുടെ വിജയം അവർ ആഘോഷിക്കുകയായിരുന്നു. തുടർന്ന് 2 ദിവസങ്ങൾ സാധാരണമായി കടന്നുപോയി. ഇന്ന് ബുധൻ. ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം. നന്മയ്ക്ക് മേൽ വിജയം നേടാൻ കാത്തു നിൽക്കുന്ന തിന്മയ്ക്കെതിരെയായി പ്രകൃതി പോലും അന്ന് ക്രൂരമായി ആഞ്ഞടിച്ചു. പ്രകൃതി പോലും അവന്തികയ്ക്ക് കൂട്ടായി. സ്വരൂപൻ്റെയും രാമഭദ്രൻ്റെയും മനസമാധാനം തകർക്കുന്നതായിരുന്നു ആ നിമിഷങ്ങൾ. ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ശക്തമായ കാറ്റ് അവരെ തടഞ്ഞു. ശക്തമായ കാറ്റിൽ വലിയൊരു മരം ആ അമ്പലം കണക്കെയുള്ള മുറിയുടെ മുകളിലേക്ക് കടപുഴകി വീണു. അതിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൊട്ടിച്ചിതറി. ഓടിൻ്റെ കഷ്ണങ്ങൾ നാഗത്തറയിൽ പതിച്ചു. അവന്തികയെ ആവാഹിച്ചിരുന്ന പ്രതിമ അടങ്ങുന്ന ആ പെട്ടി നിലത്തേക്ക് വീണു. ആ പെട്ടിയുടെ മൂടി തുറന്ന് ആ പ്രതിമ നിലത്തേക്ക് തെറിച്ചു. ശക്തമായൊരു കാറ്റ് ആ പ്രതിമയെ തഴുകി കടന്നുപോയി. വെളിച്ചത്തിൻ്റെ രശ്മികൾ ആ പ്രതിമയിലേക്ക് പതിച്ചു. മഴത്തുള്ളികൾ അതിലേക്ക് ഇറ്റു വീണു. പ്രകാശവും കാറ്റും പതിച്ചതും അവന്തികയുടെ ചുറ്റും മന്ത്രങ്ങളാൽ തീർത്തിരുന്ന ബന്ധനമില്ലാതെയായി. ജലം അവളുടെ ആത്മാവിനെ ശക്തി ഇരട്ടിപ്പിച്ചു. പഴയതിലും ശക്തിയോടെ അവൾ പുനർജനിച്ചു.
അവളെ മോചിപ്പിക്കാൻ കാരണമായ നാഗദൈവങ്ങൾ ആ ആത്മാവിനെ അനുഗ്രഹിച്ചു. സ്വരൂപൻ്റെ ഉള്ളിൽ അപകടത്തിൻ്റെ ധ്വനി മുഴങ്ങി. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നെന്ന സത്യം അയാൾ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. പുനർജനിച്ച അവന്തികയുടെ ഉള്ളിൽ പകയുടെ തീ ആളിക്കത്തി. അവളുടെ നാവ് തന്നെ ഇല്ലാതാക്കിയവരുടെ ചോരക്കായി ദാഹിച്ചു. ബംഗ്ലാവിൽ അനുവിൻ്റെ അച്ഛനും രാമേട്ടനും സ്വരൂപനും ഏത് നിമിഷവും അവന്തികയുടെ വരവ് പ്രതീക്ഷിച്ച് ഒന്നുചേർന്നു. 3 പേരുടെയും ഉള്ളിൽ മരണത്തിൻ്റെ മണിനാദം മുഴങ്ങി. തങ്ങളുടെ പാപത്തിൻ്റെ ഫലം തേടിയെത്തിയിരിക്കുന്നെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. എന്നാലും സ്വരൂപൻ കൂടെയുള്ളതിൻ്റെ ചെറിയൊരു ധൈര്യം രാമഭദ്രൻ്റെയും രാമൻ്റെയും മുഖത്ത് പ്രകടമായിരുന്നു. എന്നാൽ തനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ള സ്വരൂപൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവരുടെ ഭയത്തെ ഇരട്ടിയാക്കിക്കൊണ്ട് അടുത്ത നിമിഷം സംഹാര രൂപത്തിൽ അവന്തിക അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ രൂപം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അവളുടെ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. കണ്ണുകൾ രക്തവർണ്ണമായിരുന്നു. വേണ്ട, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. അവൾ മുന്നോട്ട് ചുവടുവയ്ക്കവേ അവർ 3 പേരും ഒരുപോലെ കരഞ്ഞ് നിലവിളിച്ചു. എന്നാൽ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യരുതല്ലേ, ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇന്നലെ. അവളുടെ വാക്കുകളിൽ കോപം നിറഞ്ഞിരുന്നു. അവൾ വീണ്ടും മുന്നോട്ട് ചുവടുവെച്ചു. സ്വരൂപ, എന്തെങ്കിലും ചെയ്യേ. പ്രാണരക്ഷാർത്ഥം രാമഭദ്രൻ അയാളെ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ട് പറഞ്ഞു. ഇവനിനി എന്നെ എന്ത് ചെയ്യാൻ? നിങ്ങൾ ചെയ്ത തെറ്റിന് കൂട്ടുനിന്ന് മരണം ഏറ്റുവാങ്ങാൻ പോകുന്ന ഇവനിനി എന്ത് ചെയ്യാൻ? അവന്തിക പൊട്ടിച്ചിരിച്ചു. അവർ നോക്കി നിൽക്കെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടൊരു വലിയ സർപ്പം സ്വരൂപനെ ആഞ്ഞുകൊത്തി. നിമിഷ നേരത്തിൽ അയാളുടെ ശരീരം നീല നിറമായി മാറി. അയാളുടെ വായിൽ നിന്ന് രക്തം നിലത്തേക്കൊഴുകി. ചേതനേറ്റ അയാളുടെ ശരീരം നിലത്തേക്ക് വീണു. അവന്തികയുടെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിനാളം ആ ശരീരത്തെ പൂർണ്ണമായി ദഹിപ്പിച്ചു. എല്ലാം കണ്ടു നിന്ന രാമഭദ്രനും രാമനും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ബംഗ്ലാവിൽ നിന്ന് പുറത്തെത്തിയ അവർ സർപ്പക്കാവിനോട് ചേർന്നുള്ള പറമ്പിലേക്ക് ഓടിക്കയറി. പെട്ടെന്ന് എന്തോ ഒന്നിൽ തട്ടി രാമൻ നിലത്തേക്ക് വീണു. അയാളുടെ മുട്ടുകൾ പൊട്ടി രക്തമൊഴുകി. തല ഉയർത്തി നോക്കിയ അയാൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന അവന്തികയെ കണ്ട് പുറകിലേക്ക് നിരങ്ങി നീങ്ങി. മോളെ, എന്നെ ഒന്നും ചെയ്യരുത്. കൈകൾ കൂപ്പി അയാൾ അവൾക്ക് മുന്നിൽ അപേക്ഷിച്ചു. മോളോ? ആരുടെ മകൾ? ഇന്നാണോ നിങ്ങൾക്ക് ഈ ചിന്ത വന്നത്? സ്വന്തം മകളുടെ പ്രായമുള്ള എന്നെ കൺമുന്നിൽ പിച്ചി ചീന്തുമ്പോൾ താൻ അന്ന് മൗനം പാലിച്ചില്ലേ? ഒരുപക്ഷെ തനിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? എൻ്റെ സ്ഥാനത്ത് ഭദ്ര ആയിരുന്നെങ്കിൽ താൻ ഇതിന് കൂട്ടി നിൽക്കുമായിരുന്നു. അവന്തികയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ രാമൻ്റെ തല കുനിഞ്ഞു. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മരങ്ങളിൽ നിന്ന് പടർന്നിറങ്ങിയ വള്ളികൾ അയാളെ ചുറ്റി വരിഞ്ഞു. ഒരിറ്റു ശ്വാസത്തിനായി അയാൾ പിടയവേ അവന്തിക കോപത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. അയാളുടെ ജീവൻ്റെ തുടിപ്പ് അവസാനിച്ചെന്ന് മനസ്സിലാക്കിയതും അയാളുടെ കെട്ടുകൾ അഴിഞ്ഞു. നിശ്ചലമായ ആ ശരീരം നിലത്തേക്ക് പതിച്ചു. ആർത്തട്ടഹസിച്ച് അയാൾക്ക് മുന്നിൽ നിന്നിരുന്ന അവന്തികയുടെ പല്ലുകളിൽ അയാളുടെ ചുടുചോര ഒഴുകി. അവസാന ശത്രുവിനായി അവൾ തിരിഞ്ഞു. വലിയൊരു മരത്തിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന രാമഭദ്രനെ അവൾ പുച്ഛത്തോടെ നോക്കി. പെട്ടെന്ന് എന്തോ അടിയേറ്റതുപോലെ അയാൾ അവന്തികയ്ക്ക് മുന്നിലേക്ക് തെറിച്ചു വീണു. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്നെ ഒന്നും ചെയ്യരുത്, അയാൾ നിലവിളിച്ചു. എന്ത് വേണമെങ്കിലും തരുമോ? നീ എനിക്ക് എന്ത് വേണമെങ്കിലും തരുമോ? എങ്കിൽ താ. നീ നശിപ്പിച്ച എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു താ. എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു താ. പറ്റുമോ നിനക്ക്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പറ്റില്ല അല്ലേ? എങ്കിലിനി എനിക്ക് വേണ്ടത് നിൻ്റെ ജീവനാണ്. അത് നീ എനിക്ക് തരണ്ട, ഞാൻ എടുത്തോളാം. അവൾ അവിടെ ആകമാനം മുഴങ്ങുമാർ ആർത്തട്ടഹസിച്ചു. അടുത്ത നിമിഷം അയാളുടെ നാവ് കുഴഞ്ഞു. ശരീരം തളർന്ന അയാൾ നിലത്തേക്ക് വീണു. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ നിലത്ത് വീണ് കിടക്കുന്ന അയാളുടെ കാലുകൾ ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നൊരു കൈപ്പത്തി പിടിമുറുക്കി. അത് അയാളുടെ ശരീരത്തെ ജീവനോടെ മണ്ണിലേക്ക് താഴ്ത്തി. അടുത്ത നിമിഷം പ്രകൃതി ശാന്തമായി. തൻ്റെ അവസാന ശത്രു നശിച്ചിരിക്കുന്നു. തൻ്റെ പ്രതികാരം പൂർത്തിയായിരിക്കുന്നു. അവന്തികയുടെ ആത്മാവും ശാന്തമായി. ഭദ്രയെയും സിദ്ധുവിനെയും കൂട്ടുകാരെയും പൂട്ടിയിട്ടിരുന്ന മുറിയുടെ വാതിലുകൾ തനിയെ തുറന്നു. കിടക്കയിലായിരുന്ന സിദ്ധുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ തനിയെ അപ്രത്യക്ഷമായി. അവരെല്ലാവരും ചേർന്ന് പുറത്തേക്ക് ഓടി. ശാന്തമായി നിൽക്കുന്ന അവന്തികയെ കണ്ട അവർക്ക് അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു ഏകദേശ രൂപം കിട്ടി. ഭദ്ര സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവന്തിക ഈ രംഗങ്ങൾ പുഞ്ചിരിയോടെ നോക്കി നിന്നു. സിദ്ധുവും കൂട്ടുകാരും നന്ദിയോടെയും സ്നേഹത്തോടെയും അവന്തികയെ നോക്കി. ഞാൻ പോകുന്നു സിദ്ധു. പ്രതികാരം പൂർത്തിയാക്കിയ ഈ ആത്മാവിന് ഇനി ഈ ഭൂമിയിൽ നിൽക്കാൻ അവകാശമില്ല. നിങ്ങളെല്ലാവരും നൽകിയ സ്നേഹത്തിന് പകരമായി ഒന്നും എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് താങ്ങായി അവന്തിക ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പോകുന്നു സിദ്ധു. അവൾ സ്നേഹത്തോടെ ഭദ്രയെയും സിദ്ധുവിനെയും നോക്കി. പതിയെ അവളുടെ ആത്മാവ് അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി. ഒരു ചെറിയ വെളിച്ചമായി അവളുടെ ശരീരം മുകളിലേക്ക് ഉയർന്നു.
പതിയെ പതിയെ ആ വെളിച്ചം ചെറിയൊരു നക്ഷത്രമായി രൂപപ്പെട്ടു. ആകാശത്ത് നിന്ന് ആ നക്ഷത്രം അവരെ നോക്കി കണ്ണ് ചിമ്മി. സിദ്ധു ഭദ്രയെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. ഇനി ഒരു കാരണത്തിലും ഇവളെ വിട്ടുകൊടുക്കില്ലെന്ന് സിദ്ധു മനസ്സുകൊണ്ട് അവന്തികയ്ക്ക് വാക്കു കൊടുത്തു. ആകാശത്തിലെ ആ താരകൻ തങ്ങളെ നോക്കി പുഞ്ചിരി തൂകവേ സിദ്ധുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കഥ അവസാനിച്ചു. എങ്ങനെയുണ്ട്? എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.